വായിച്ചു കേട്ടത്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ചിന്താ വിഷയം വഴിയിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ. നമുക്കറിയാം, ഈ 2-ാം സങ്കീർത്തനം വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള പുസ്തകമാണ്. സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങൾ. ഇതില് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, 100 സങ്കീർത്തനത്തോളം ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യവും ഉണ്ട്. സങ്കീർത്തനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അത് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുമായി കർത്താവ് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് തെളിയിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗം, എന്നെ പറ്റി, തന്നെ പറ്റി സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്. വായിച്ചേ 24:44. ലൂക്കോസ് 24:44. പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ, പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. അടുത്തത്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മതി യേശുവിടെ നേരിട്ട് പറഞ്ഞ കാര്യമാ. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എങ്ങനെ വായിച്ചേ? എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മതി, തെളിഞ്ഞല്ലോ. അന്നവരാ ഇപ്പോഴത്തെ പുതിയ ഉപദേശമാര് ചെല്ലു പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന്. എന്നാ ഒരു ഇരുത്തിയ മൂള് ഉണ്ട്. വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കാം, പഠിക്കാം, ധ്യാനിക്കാം. കാരണം ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പുരുഷൻ യേശു ക്രിസ്തുവാണ്. വിശേഷിച്ച് സങ്കീർത്തനം ഇത് കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ചില പറയുന്നുണ്ട് പഴയ അപ്പച്ചന്മാര്, പോടാ, അപ്പച്ചൻ പറഞ്ഞ കാര്യമല്ല, യേശു പറഞ്ഞ കാര്യമാണ്. നമ്മളും ചില പിതാക്കന്മാർ അവിടെ നിൽക്കട്ടെ, അവരുടെ വിശേഷം പിക്ചർ കഴിഞ്ഞ് പറയാം. ഇത് പിതാക്കന്മാര് പറഞ്ഞതൊന്നുമല്ല, യേശു നേരിട്ട് പറഞ്ഞതാ. അതുകൊണ്ട് നീ യേശുവിലും വലിയ ആളാകണ്ട. യേശുവിലും അങ്ങനെ ഉണ്ട്. ചിലക്ക് ഒരു ധാരണയുണ്ട്, ഞാൻ വലിയ പുള്ളിയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്തും കാണും. ചിലപ്പം ദൂരെ നിൽക്കുകയായിരിക്കും, ഞാൻ വലിയ പുള്ളിയാണ്. കർത്താവ് ഒരിക്കൽ വലിയ പുള്ളിയോടാ പറഞ്ഞത്, വീണ്ടും ജനിക്കണമെന്ന്. അല്ലേ? വീണ്ടും വലിയ പുള്ളിയല്ലേ? വായിച്ചേ 3:1. യോഹന്നാൻ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി. ഈ ഒറ്റവാക്യം വായിച്ചപ്പോഴേ പുള്ളിയുടെ വകുപ്പ് അറിയാം. ഒന്ന് പരീശനാ, ചെറിയ പുള്ളിയാന്നോ? പരീശൻ. അക്കാലത്ത് വളരെ 2 വിഭാഗക്കാരാ പ്രഗത്ഭര്, പരീശരും സാധൂക്യരും. ദൂതനുണ്ടെന്നും വിശ്വസിക്കുന്നു, ഇല്ലെന്നും വിശ്വസിക്കുന്നു. മാത്രമാണോ പരീശന്റെ ഒരു വിശേഷത, 39 പുസ്തകം കണ്ണടച്ച് വിശ്വസിക്കുക പരീശൻ. മുഴുവനും വിശ്വാസം. സാധൂക്യൻ അത്രയും ഇല്ല എന്ന് പറഞ്ഞാൽ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, പുസ്തകമൊക്കെ നന്നായിട്ട് അറിയാം. ഉൽപ്പത്തിയിൽ നിന്നും പുള്ളി പറയും, പുറപ്പാടിൽ നിന്നും പറയും, എല്ലാ പുസ്തകവും പുള്ളിക്ക് മനപ്പാഠമാണ്. നമ്മൾ പറയല്ലേ പണ്ഡിതനാ. പിന്നെ അപ്പോൾ പരീക്ഷന എല്ലാം അറിയാം. 39 പുസ്തകവും പുള്ളിക്ക് മനപ്പാഠമാണ്. പുസ്തകമെല്ലാം മനപ്പാഠമാണ്. പക്ഷേ യേശു പറഞ്ഞു, വീണ്ടും ജനിക്കണം. നീ പുസ്തകം എഴുതുന്നയാളായിരിക്കും, പുസ്തകം മനപ്പാഠമായിരിക്കും, പുസ്തകമെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യും. പക്ഷേ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല. വലിയ പുള്ളിയോടാ യേശു പറഞ്ഞു. 1 പരീശൻ, 2 അടുത്ത ആ വാക്യത്തിനുണ്ട് എന്തുവാ? യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി. അപ്പം 2 വലിയ പ്രമാണിയാ. നമ്മുടെ ഇടയിലുമൊക്കെ വലിയ പ്രമാണിമാരുണ്ട്. കൈ അടിക്കുകയില്ല, പാടുകയില്ല, കാലും വെച്ച് ചില കൺവെൻഷൻ ചെന്ന് അവിടെയും പ്രമാണിമാരൊത്തിരി ഉണ്ട്. ഇരിപ്പൊക്കെ ഒന്ന് കാണണം, വലിയ പ്രാമാണിത്വം. ഞാനിതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുണ്ട്. ഞങ്ങളുടെ നടുമുറിക്കകത്താണ് ഇത് തുടങ്ങിയെന്ന്. ആരുടെ നടുമുറി? സഭയ്ക്കകത്തുമൊക്കെ അങ്ങോട്ട് വലിയ പ്രമാണിയാകാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ പൗലോസ് പറഞ്ഞ നിങ്ങളുടെ ഇടയിൽ പ്രമാണിയാകാൻ
അപ്പോൾ ഒന്ന് പരീക്ഷന, 39 പുസ്തകവും വിശ്വസിക്കുക, അറിയാം. 2 വലിയ പ്രമാണിയ. ആ പ്രമാണിയോടാ പറഞ്ഞ വീണ്ടും ജനിക്കണം. യേശുവല്ലേ പറഞ്ഞു. ഞാൻ എൻ്റെ വിഷയമല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. മാത്രമല്ല പുള്ളി ഒത്തിരി വിശേഷതയുള്ളവനാ. കർത്താവ് ചോദിച്ചു, നീ ഇത്രയും ഉപദേഷ്ടാവായിട്ടിരുന്നിട്ട് ഇതൊന്നും. അപ്പോൾ പുള്ളി ഉപദേഷ്ടാവുക. പുള്ളിയുടെ ബൈബിൾ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. പക്ഷേ വീണ്ടും ജനിച്ചില്ല. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇല്ലേ? ഉപദേഷ്ടാവ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഉപദേശിയ. 50 കൊല്ലമായിട്ട് ഉപദേശിയ, പക്ഷേ വീണ്ടും ജനിച്ചിട്ടില്ല. ചാക്കോ ഉപദേശി, തോമ ഉപദേശി, ബേബി ഉപദേശി. നല്ല പേരാ, നല്ലതാ. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയെ പോലെ. ഇല്ല, ഞാൻ ആ വിഷയം വിട്ടേക്കാം, നിങ്ങൾക്ക് പ്രയാസം വരുന്നില്ല. ഒന്ന് പരീശൻ, 2 വലിയ പ്രമാണി, 3 ഉപദേശിയ. ഉപദേശിയാന്നേലും വീണ്ടും ജനിക്കണം. 50 വർഷത്തെ ഉപദേശിപ്പണി ചെയ്തെന്നും പറഞ്ഞ് ഇപ്പം ഇതൊക്കെ തരുമല്ലോ, ഉന്തമെല്ലാം കൊണ്ട് ആദരിക്കുന്ന. അതിനെന്നാ പറഞ്ഞേ? ഒന്നും അറിയാൻ മേൽ. ചിലപ്പോൾ മേടിച്ചായിരിക്കും പമ്മിയിരിക്കുന്നത്. എന്തോ അമ്മേ? അത് തന്നെ. അമ്മയ്ക്ക് അതിൻ്റെ കാര്യം അറിയാം. അമ്മയ്ക്ക് കിട്ടിയോ അമ്മ വല്ലോ? ഉമ്മ അല്ല ഇളകുന്നതാണ്. അപ്പോൾ 50 കൊല്ലം അല്ലെങ്കിൽ 40 കൊല്ലം 25 കൊല്ലം ഞാൻ എതിര് പറഞ്ഞതല്ല. ഇതെല്ലാം ചെയ്തെങ്കിലും പക്ഷേ വീണ്ടും ജനിച്ചിട്ടില്ല. ഉപദേഷ്ടാവിനോടാ പറഞ്ഞ വീണ്ടും ജനിക്കണം. ആട്ടെ, ദൈവത്തിന് മഹത്വം. പുള്ളിയുടെ 4-മത്തെ ഒരു വിശേഷതയും കൂടെ പറഞ്ഞ ആ ഭാഗം വിട്ടേക്കാം. വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി യേശുവിനോട് പറയുക, യേശുവേ, മനുഷ്യനെ വൃദ്ധനായ ശേഷം വീണ്ടും അങ്ങനെ അപ്പം വൃദ്ധൻ എന്ന് പറയുമ്പോൾ പ്രായമുള്ള ആളാ അല്ലേ? നമ്മൾ അംഗീകരിക്കുകയല്ല പ്രായമുണ്ടെന്ന്, എന്നാലും അംഗീകരിച്ചേ ഒക്കുവുള്ളൂ. കൈയൊക്കെ പറയ്ക്കും പോർത്തോണം പ്രായമായെന്ന്. പാട്ട് പാടി പിച്ച് കിട്ടാതിരിക്കുമ്പോൾ നിർത്തിയേക്കണം, പിന്നെയും കടന്ന് അലറാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. അതാ. അപ്പോൾ പുള്ളി വൃദ്ധനാ, പ്രായമുള്ള ആളാ. അപ്പം പ്രായമുള്ള വ്യക്തിയോടാ യേശു പറഞ്ഞേ. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വിഷയമല്ലാത്തതുകൊണ്ട്. അപ്പം പ്രമാണിയാന്നേലും വീണ്ടും ജനനം പ്രാപിക്കണം, ഉപദേഷ്ടാവാന്നേലും വീണ്ടും ജനനം പ്രാപിക്കണം, പരീശനാന്നേലും വീണ്ടും ജനനം പ്രാപിക്കണം, പ്രായമുണ്ടേലും. അപ്പം വീണ്ടും ജനനത്തിന് പ്രായം വിഷയമല്ല, പരീശനും വിഷയമല്ല, ഉപദേഷ്ടാവും വിഷയമല്ല, പ്രാമാണിത്വമൊന്നും വിഷയമല്ല. സകല ആൾക്കാരും ഇത് പ്രാപിക്കും. അപ്പം ഇത് യേശുവാ പറഞ്ഞ് എന്ന് പറഞ്ഞ പോലെ യേശു ക്രിസ്തു നേരിട്ടാ പറഞ്ഞത്. തന്നെ പറ്റി സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്. ഒന്നുകൂടെ ദൈവദാസനെ വായിച്ച് 24:44 ലൂക്കോസ്. മൈക്ക് കൂടെ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതി യേശു നേരിട്ട് പറയുക. അപ്പോൾ സങ്കീർത്തനത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുക. അതുകൊണ്ട് വായിക്കുകയും ധ്യാനിക്കുകയും ബലപ്പെടുകയൊക്കെ ചെയ്തോണം. ദൈവത്തിന്റെ മഹത്വം. ഇപ്പം വായിച്ച വാക്യം തന്നെ കർത്താവിനെ പറ്റിയ അവിടെ കൊടുത്തില്ല. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രൻ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിന്റെ അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. തിരുവചനത്തിൽ നമുക്ക് ശാന്തമായിട്ട് ഇന്ന് രാത്രി ചിന്തിക്കാം. ഇവിടെ ഉള്ളവരെല്ലാം വചനപരിജ്ഞാനവും നല്ല അറിവുമൊക്കെ ഉള്ളവരാ. അതുകൊണ്ട് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ 2-ാം സങ്കീർത്തനം എഴുതിയത് ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ. എന്നാൽ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിലില്ല ഇതാരാണ് എഴുതിയതെന്ന്.
ചില സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിലൊന്നും എഴുത്തുകാരനെ പറ്റി എഴുതിയിട്ടില്ല. പക്ഷേ വേദപുസ്തകം വായിച്ചാൽ പിന്നീട് മനസ്സിലാകും ഇന്നയാളായി ഇത് എഴുതിയെന്ന്. അപ്പോൾ ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ദൈവത്തിന്റെ ദാസനായ ദാവീദ. മാണിച്ചെനിഞ്ഞു ശ്രദ്ധിക്കുക, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. ദൈവത്തിന് മഹത്വം. ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ദൈവത്തിന്റെ ദാസനായ ദാവീദ. ഞാൻ ഓർപ്പിച്ചല്ലോ, ഹെഡിങ്ങിൽ ഇല്ലെങ്കിലും വേദപുസ്തകം പഠിക്കുമ്പോൾ അറിയാം. അതിന് തെളിവ് ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. ആ പീഡയുണ്ടാകാൻ കാരണം സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന മുടന്തൻ സൗഖ്യമായി. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ പള്ളിയിലോട്ട് പോവുക. പ്രാർത്ഥിക്കാനേ പോകാവൂ പള്ളിയിലോട്ട്. പിന്നെ വായിച്ചേ മോനെ, ആ ദൈവദാസനെ വായിച്ചേ 3:1. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത്. അങ്ങനെ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത്? പള്ളിയിലോട്ട് അങ്ങനെ വരാവുള്ളൂ കേട്ടോ. ഇത് അല്ലേ പറഞ്ഞു, ഇന്ന് ഞാൻ പള്ളിയിലൊന്ന് പോകുന്നുണ്ട്. 2 കാര്യം. പിന്നെ ഇന്ന് തന്നെ പതിവില്ലാതെ നേരത്തെ ചെല്ലു ചോദിക്കുക. ഇന്ന് ചില കാര്യങ്ങൾ ഒടുവിന് ഈ ആമ്പലിൻ്റെ വള്ളി പോലിട്ട് ഇങ്ങനെ കിടക്കും മെഡിക്കൽ കോളേജിൽ, ഒന്നും പറയാൻ പറ്റാതെ. പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാനേ പോകാവുള്ളെന്ന്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചെന്ന്. ആലയത്തിലോട്ട് പോകേണ്ടത് പ്രാർത്ഥിക്കാനാ, പള്ളിയിൽ വരേണ്ടത് പ്രാർത്ഥിക്കാനാ കേട്ടോ. അല്ല, പെന്തിക്കോസുകാരോട് ഞാൻ ഇന്നലെയും പ്രസംഗിച്ചെടുത്ത് പറഞ്ഞു, ഈ ദൈവാലയത്തിലോട്ട് എന്തിനാ വരുന്നത്? വിശേഷിച്ച് ആഴ്ചവട്ടത്തിൽ ഞായറാഴ്ച വരുന്നത് എന്തിനാ? ചിലർ ഞായറാഴ്ച വരുന്ന കമ്മിറ്റി കൂടാൻ, ചിലർ വിഷയം കൈകാര്യം ചെയ്യാൻ, ചിലർ പാസ്റ്ററുമായിട്ട് കൊമ്പ് കോർക്കാൻ, ചിലരെ മറ്റേ പുള്ളിയെ കുത്താൻ, വേറെ സാക്ഷിക്ക് ഒരു പാട്ട് കൊള്ളിച്ചൊരു പാട്ട് പാടണം, മറ്റവക്കിട്ടൊരു താങ്ങൂടെ, അതിനൊക്കെയായി വരുന്നത്. ഇപ്പം പിന്നെ അങ്ങനത്തെ സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് വലിയ കാര്യം. അയ്യോ പണ്ടൊക്കെ ആയിരുന്നു എന്തോ പൊല്ലാപ്പ ഒപ്പിക്കുന്നത്. ആലയത്തിൽ ഞായറാഴ്ച വരുന്ന എന്തിനാ ദൈവാലയത്തിലോട്ട് വരുന്നത്? ഒന്ന്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ വരുന്നത് കർത്താവിനെ ആരാധിക്കാനാ. വായിച്ചേ മോനെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9 വായിച്ചോ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് മതി. ഇതാണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം കർത്താവിന്റെ ദിവസം, കർത്തൃദിവസം. അപ്പൊ എന്തിനാ ഇവന് കർത്തൃദിവസത്തിൽ വിവശനായി എന്നുള്ളത് മലയാള ഭാഷയുടെ പ്രയോഗമാ. വേദപുസ്തകം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും നന്നായി പഠിക്കുന്നവർക്കറിയാം. ആത്മവിവശനം എന്ന് പറഞ്ഞാൽ ആത്മാവിലായി. അപ്പോൾ ഒന്ന്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കൂടി വരുന്നത് ആത്മാവിലാകാനാ. ചിലതിൻ്റെ വരവ് കാണണം ഞായറാഴ്ച, പമ്മിയുള്ള വരവും വന്നു കോളിൻ്റെ വെളിയിൽ നിന്നൊരു നോട്ടവും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഏതെങ്കിലും ഒരുത്തൻ കയറി ഇരിപ്പുണ്ടോ, എൻ്റെ സീറ്റിൽ ആരെങ്കിലും ഈ നോട്ടം ഒന്നിപ്പം കാണും പറയാം ഇവൻ ഗുണം വന്നവനല്ല, ഇവനെ എവിടെയെങ്കിലും പോകണമെന്നോർത്ത് ഇവനെ തള്ളിക്കൊണ്ട് വന്നതാ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ വരുന്നത് കർത്താവിനെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാനാ, ആത്മാവിലാകാനാ. ഇതെല്ലാവരും പാട്ട് പാടി ആത്മാവിലാകുമ്പോൾ ഇവൻ ഇങ്ങനെ ഇരിക്കുക, കൂർക്കാനിരിക്കുന്നത് പോലെ കൈ പഠിക്കുകയല്ല. പിന്നെ കണ്ടമാനം ആരെങ്കിലും നോക്കുന്നതാണെങ്കിൽ ഇവൻ 2 തോണ്ടും. അവന് സഭയുടെ മെമ്പറാ. എന്നാൽ കമ്മിറ്റി കൂടുമ്പോൾ ഇവന് ഭയങ്കര ഇളക്കവും അണ്ണാക്കുവ. കടിക്കുന്നിടത്ത് ഇവൻ നല്ല തീക്ഷണതയാണ്. അപ്പൊ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കൂടി വരുന്നത് ഒന്ന്, ആത്മാവിൽ നിറയാനാ. 2, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വരുന്നത് അപ്പം നുറുക്കാനാ. ചിലയിടത്ത് അപ്പം നുറുക്ക ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളില് വല്ലപ്പോഴും ഒന്ന് നുറുക്കം. അത് നുറുക്കണമെങ്കിൽ സെൻട്രൽ പാസ്റ്റർ വരണം, അല്ലെ പ്രസിഡന്റ് വരണം, അല്ലെ ഓവർസിയർ വരണം. അതിനെ പുള്ളി വന്നാലേ ഇത് മുറിയുള്ളൂ. ഇരുമ്പാന്നോ?
ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ ഈ ശുശ്രൂഷ ചെയ്യുവാൻ കൃപയും തന്മയത്വവും പരിജ്ഞാനം ഉണ്ടെങ്കിൽ ചെയ്തേ ഒക്കൂ. ഇത് വകുപ്പുണ്ടാക്കി വെച്ചിരിക്കുക. ഓർഡിനേഷൻ മേടിച്ച പുള്ളിക്ക് ഇത് ചെയ്യാൻ അറിയാൻ മേല. അയാൾ അപ്പോൾ എടുത്ത് ചോദിച്ചു ഇനി എന്നാ ചെയ്യണമെന്ന്. ഓർഡിനേഷൻ ഇല്ലാത്ത പുള്ളി പറഞ്ഞു തന്നെ ഇതിനടാന്ന് പറഞ്ഞു. ഇത് എന്നതാന്ന് പോലും അറിയാൻ മേല. ആ ഓർഡിനേഷൻ്റെ അവിടെ നിൽക്കട്ടെ. ഓർഡിനേഷൻ കിട്ടിയ പുള്ളി കല്യാണം നടത്തുമ്പോൾ ചെറുക്കനോട് പറയണ്ട, പെണ്ണിനോട് പറയണ്ട. പിന്നെ അവരെല്ലാം പറഞ്ഞു വെച്ച് നേരത്തെ വന്നതുകൊണ്ട് അവർക്കത് വിഷയവും അവർ പറയേണ്ടതെല്ലാം പറഞ്ഞും ഒക്കെ പോട്ടെ. ഓർഡിനേഷൻ അവിടെ നിൽക്കട്ടെ. ഒരു സഭയുടെ ശുശ്രൂഷകൻ ഈ ശുശ്രൂഷ ചെയ്യുവാൻ പരിജ്ഞാനവും തന്മയത്വവും ദൈവകൃപയും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും നുറുക്കിക്കോണം. അല്ലാതെ പ്രസിഡന്റ് വരട്ടെ, ഓവർസിയർ വരട്ടെ, സെക്രട്ടറി എന്താ ഒരാളെങ്കിലും ആമേൻ പറഞ്ഞല്ലോ, വലിയ കാര്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കൂടുന്നത് അപ്പം നുറുക്കാനാ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, സമൃദ്ധിയായ ജീവനാ. ആട്ടെ വിവരിക്കുന്നില്ല. 3 ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കൂടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16:1. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരിതിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. അത് കൊണ്ടുവരണം. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളില് ചരിതിച്ചു വെച്ചത് കൊണ്ടുവരണമെന്ന്. അപ്പൊ ഇതിനായി പ്രധാനമായിട്ട് വേറെ ഉണ്ട്, പ്രധാനമായിട്ട് ഇതിനായി കൂടുന്നത്. ആട്ടെ നമ്മുടെ വിഷയമല്ല, ആ ഭാഗം വിട്ടേക്ക്. അപ്പോൾ ഇവർ പള്ളിയിലോട്ട് പോവുക. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിക്കാനേ പോകാവൂ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവിടെ അമ്മയുടെ ഗർഭം മുതൽ വായിച്ചേ ദൈവദാസനെ. നിങ്ങൾ രണ്ടുപേരും ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഏതാണ്ട് 40 വർഷത്തോളമായിട്ട് പിരിവെടുത്തോണ്ടിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ വർഷങ്ങളായിട്ട് പിരിക്കുന്ന ആൾക്കാരെ കാണാം. അതെ. അതിന് സൂത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട് പണി തുടങ്ങിയാൽ എന്ത് ചെയ്താൽ തീർക്കുകയല്ല. ഇത് വെച്ചോണ്ട് പിരിക്കും. ഇത് വെച്ചോണ്ട് സ്ഥലം പറയുന്നില്ല. ഒരു സ്ഥലത്ത് ഒരു കണ്ണ് കാണാൻ പാടില്ലാത്ത പുള്ളി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം വേറൊരാൾ നല്ല പുള്ളി എന്നും പൈസ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഒരു നല്ല മനുഷ്യനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ചെന്നപ്പം പുള്ളി ഇരിക്കുന്നു, കണ്ണ് കാണാൻ പാടില്ല. അപ്പം പൈസ കൊടുത്തു. പുള്ളിയുടെ ഇരിപ്പൊക്കെ കണ്ടപ്പം അടുത്ത് ചെന്നേച്ച് പറഞ്ഞു, തൊട്ടേച്ച് പറഞ്ഞു, സ്നേഹിത ഞാൻ നിങ്ങളെ ചികിത്സിക്കാം. അവിടെ ശ്രീധരീയം കൂത്താട്ടുകുളത്തിനടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കാം, നിങ്ങളുടെ കണ്ണ് ഭേദമാകും. അവിടെ ഇടപാട് മാറി പോടോന്ന് കണ്ണ് കാണാൻ പാടില്ല, തപ്പിച്ച് പോയി ഇടിക്കുമെന്ന് പറഞ്ഞു. താൻ എന്നെ ചികിത്സിച്ച് ഭേദമാക്കാനോ? എടോ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഒരു ദിവസം 3000-3500 രൂപ കിട്ടുന്നുണ്ട്. ഇത് ഭേദമായ താൻ തരുമോ എനിക്ക്? പോടോന്ന് പറഞ്ഞു. മേലിൽ ഈ വഴി എങ്ങനെയുണ്ട്, മനസ്സിലായോ? അപ്പൊ ഈ കണ്ണ് പൊട്ടിയത് വെച്ച് പുള്ളി പിരിക്കുക. കണ്ണിന് കാഴ്ചയുള്ള നിങ്ങൾക്ക് ഒരു ദിവസം 3000 രൂപ കിട്ടുമോ? അല്ല, ഇതൊക്കെ സൂത്രങ്ങളുള്ള ഒത്തിരി പേരുണ്ട്. ആട്ടെ ഞാൻ ആ ഭാഗം വിടുക. ഇവന് ദീർഘവർഷങ്ങളായിട്ട് ഭിക്ഷ ചോദിക്കാൻ വരുന്നവരോടല്ല. അപ്പോൾ ആ പത്രോസ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ ചെന്നത്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. കണ്ണ് കാണാൻ ഇവനെ ഇങ്ങനെ ഇരിക്കുക.
മുടന്തനാ, നടക്കാൻ മേല. അപ്പൊ പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് കണ്ടിട്ട് പത്രോസ് യോഹന്നാനോട് കൂടി അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന്. ആ ഭാഗം നമുക്കറിയാമല്ലോ. ദൈവത്തിന്റെ മഹത്വം. ഈ ദൈവദാസന്മാരെ രണ്ടുപേരെയും കണ്ടപ്പോൾ യവന് തോന്നി ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ട്. നമ്മളെ കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നണം. ചിലപ്പം ബൈക്കിനകത്ത് പെട്രോളില്ല, ചരിച്ചിട്ട് 5 അടി അടിച്ചിട്ടാ ചിലപ്പം സ്റ്റാർട്ടായത്. എന്നാലും ആ വരവും വീശിയുള്ള ഇങ്ങോട്ടുള്ള കയറ്റവും സ്റ്റാൻഡേർഡ് വെച്ച് നോട്ടം കാണുമ്പോൾ നമ്മൾ ഓർക്കും ഫുൾ ടാങ്കാന്ന്. അല്ല, അങ്ങനെ വേണം. നീ കരഞ്ഞും കൊരഞ്ഞും ഒരു ജോഡി ഡ്രസ്സേ ഉള്ളെങ്കിലും അത് വൃത്തിയാക്കി കഞ്ഞി മുക്കി ഒക്കെന്തെങ്കിലും ഒന്ന് തേച്ചേ. ഒരു ജോഡിയുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ. ഇത് എത്രയുണ്ടേലും വീറും വൃത്തിയായിട്ട് നടക്കാത്ത ചില വെടക്കുകളുണ്ട്. ഉണ്ടെന്ന് കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, ഊക്കുകയില്ല, തുടക്കുകയില്ല. കാരണം ഇവനെ കാണുമ്പോൾ എല്ലാവരും ഓർത്തോണം പാവമാണ് ഇവൻ. പാവമെന്ന് ഇവൻ വലിയ പാഷാണമാണ്. ആരാ ഇവൻ? പാവമാണ് ഇവൻ. കാട്ടാനയ്ക്ക് ലാട പഠിച്ചവനാ. പിന്നെ ആ ഇരിപ്പും നോട്ടവും കാണുമ്പോൾ നമ്മൾ ഓർക്കും പാവം. പിന്നെ ഒരു പാവത്താനുമല്ല. എന്തുവാ ചെവി വെച്ചോണ്ടിരിക്കും? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ എന്തുവാ ഞാൻ പറഞ്ഞു? നീ അതൊന്ന് ഊര്. എന്തുവാ ചെവി? കഴിഞ്ഞ ആഴ്ച വരെ കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ ചെന്നത് കണ്ടപ്പോൾ ഇവന് തോന്നി ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന്. അതാ വല്ലതും കിട്ടുമെന്ന് കരുതി ഭിക്ഷ ചോദിച്ചു. ഭിക്ഷ. ദൈവമക്കളെ, എന്നെ നിന്നെ കാണുമ്പോഴേ മറ്റുള്ളവർക്ക് തോന്നണം നമ്മുടെ കൈവശം എന്തോ ഒന്നുണ്ട്, ഒരു വിശേഷതയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. നീ നടന്നു പോയാലും, ഒരു വീട്ടിൽ ചെന്നാലും, ഒരു ദേശത്ത് പാർത്താലും, ഒരു കൂട്ടായ്മയ്ക്ക് വന്നാലും ഒന്ന് അറിയണം. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത് എന്തേലും തരാൻ. അപ്പോൾ അവര് പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ ദൈവദാസി, അല്ലെങ്കിൽ ദൈവദാസനെ. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. അതാ ശുശ്രൂഷയുടെ ഐക്യത. പത്രോസ് യോഹന്നാനോട് കൂടെ രണ്ടുപേരോട് ചേർന്നാ നോക്കിയത്. അല്ല, അതുകൊണ്ടാ വിടുതൽ നടന്നേ. ഇന്ന് ഈ വിടുതൽ നടക്കാത്ത എല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക. രണ്ടുപേരോട് ചേർന്നല്ലേ നോക്കണ്ടേ? നോക്കുകയല്ല. അന്നേരം രണ്ടുപേരുടെ പാനലുകളിയാ. മാങ്ങയാന്നോ മൂത്തത്, മാങ്ങാണ്ടിയാന്നോ മൂത്തത്? എൻ്റെ ഗ്രൂപ്പിലാണോ ആള് കൂടുതൽ, പുള്ളിയുടെ ഗ്രൂപ്പിലാണോ? അങ്ങനൊന്നുമല്ല. രണ്ടുപേരും കൂടെ ചേർന്ന് ഉറ്റുനോക്കി. ഇപ്പോൾ ഈ വിടുതൽ നടക്കാത്തതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കുന്നത് കൊണ്ടാണ്. രണ്ടുപേരും കൂടെ അവനെ ഉറ്റുനോക്കി വെച്ച് അവനോട് പറയാ, എടേ നീ ഞങ്ങളെ നോക്ക്. അല്ല, അങ്ങനെ നോക്കാൻ പറയാൻ പ്രാഗൽഭ്യോ? ഇന്നെല്ലാവരും കൂടെ പറഞ്ഞ നീ ഞങ്ങളെ ഒന്നും നോക്കണ്ട, നീ മേളിലോട്ട്. ഉടനെ അവന് വാക്യോ 121:1. അവര് 121:1 അല്ല പറഞ്ഞത്, നീ ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് വളരെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു, വെള്ളിയും പൊന്നും വന്ന് ഞങ്ങളുടെ കൈവശം. അതും പ്രാഗൽഭ്യത്തോടാ പറഞ്ഞു. ഇന്ന് അങ്ങനെ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുമോ? വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അല്ല വെള്ളിയും പൊന്നും ഞങ്ങളുടെ സഭയിലും ഇല്ല, അല്ല വെള്ളിയും പൊന്നും ഞങ്ങളുടെ സഭയെ വരുന്നവർക്കും. പുളിക്കും പറയാൻ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ, പൊൻവൈരമോ
അല്ല മറുവിലയ വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ വൈര്യമോ അല്ല മറുവിലയാൽ എൻ പേർക്കു യാഗമായി തീർന്നവനാ എൻ പേർക്കു യാഗമായി തീർന്നവന ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്തലന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്തലന്നെ വീണ്ടതിനാൽ നാളിനി മോദാൻ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്തലന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്തലന്നെ വീണ്ടതിനാൽ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അവിടെ ഞാൻ അധികം ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഞങ്ങളെ നോക്കാൻ പറഞ്ഞു, നോക്കി അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ നെരിയാണി ഉറച്ച് അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി പള്ളി വന്നു. ഇതിനോട് ബന്ധപ്പെട്ട് അവിടെ പ്രശ്നം ഉടലെടുക്കുക. ഇതിന് കാരണക്കാരാകുന്ന പത്രോസിനെ യോഹന്നാനെയൊക്കെ നടുവിൽ പിടിച്ചു നിർത്തി ശാസിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി. ഈ നാമത്തിൽ മിണ്ടരുത്, ഏത് നാമത്തിലായി ഇത് ചെയ്യുന്നത്, ശക്തി എന്താ, ഇതൊക്കെ ചോദിച്ചവരെ ആ വിധത്തിൽ ഉപദ്രവിച്ചു. ഉടനെ ദൈവദാസന്മാർ സഭയിൽ വന്ന് തങ്ങൾക്കുണ്ടായ ഈ പീഡയെപ്പറ്റി ആദിമസഭയോട് പറഞ്ഞു. മനസ്സിലായോ? അല്ല, നമുക്ക് MLA വേണമെന്നോ MP വേണമെന്നല്ല പറഞ്ഞത്. മിണ്ടുന്നില്ല. ആദിമസഭയ്ക്ക് പീഡ വന്നപ്പോഴേ നമുക്ക് ഒരു MP ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ കുന്തം. എടാ, നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നവൻ ദൈവമാ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ദൈവമാ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് MP MLA വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ ചെയർപേഴ്സണോ ആരുമില്ലെങ്കിലും നീ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഉള്ളത്തോട് ദൈവം ഇടപെടും. അല്ല, ദൈവം എന്നാ നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തീർത്തേച്ചേ പോവുള്ളൂ ഞാൻ. നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ജനത്തെ തെറ്റിപ്പിക്കരുത്. ദൈവത്തിലെ ആശയം പ്രത്യാശയം കുറയുന്ന ഒരു കാര്യം പറയരുത്. ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആദിമസഭയ്ക്ക് പീഡനം വന്നപ്പോൾ ഇവര് ഈ വിഷയം സഭയോട് വന്ന് പറഞ്ഞു. സഭയോട് ഒന്ന് സഭക്കാർ പറഞ്ഞു, നമുക്ക് അടിയന്തരമായിട്ട് ഒരു പെറ്റീഷൻ എഴുതി. ആദിമസഭ എൻ്റെ ഭാഷയിൽ പറയാ, മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥനയെ പോരാടി. അവർ പ്രാർത്ഥനയിൽ അങ്ങോട്ട് പോരാടിയപ്പോൾ വാക്യങ്ങൾ ഉരുവിട്ടാ പ്രാർത്ഥിച്ചത്. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ തത്തുല്യമായ വാക്യങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം. വിഷയത്തിന് അധിഷ്ഠിതമായ തിരുവചനം ഇതിനകത്തുണ്ട്. അത് മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കി തക്ക സമയത്ത് തക്കതായ നിലയിൽ അത് ഉരുവിട്ടങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം അതിവേഗത്തിൽ ഓടും. ഈ വചനം അതിവേഗത്തിൽ ഓടുമെന്ന് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഡൽഹിയിൽ ചൊല്ലും, ഈ വചനം സെക്രട്ടേറിയറ്റ് ചൊല്ലും, ഈ വചനം മുനിസിപ്പാലിറ്റി ചൊല്ലും, ഈ വചനം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുക്ക ചൊല്ലും, ഈ വചനം MPയുടെ അടുക്ക ചൊല്ലും, ഈ വചനം MLAയോട് ഇടപെടും. കോരശിന്റെ മനസ്സിനെ ഉണർത്തിയവനാ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്നും ജീവിക്കുന്നു. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. ഞങ്ങളുടെ സഭയിലൊരു അമ്മ പറയാൻ പോലെ അന്തും ബിന്ദും പറയാതെ വേറൊരു ഭാഷയും കൂടെ തള്ള പറയാതെ പറയണോ? ഞാനിപ്പോൾ എല്ലാം അവനോട് ചോദിച്ചേ പറയുള്ളൂ, അവന് പറഞ്ഞു തരും.
ഇന്നത് പറയണം, ഇന്നത് പാവത്താന. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. അപ്പൊ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇവര് 2-ാം സങ്കീർത്തനം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചു, ഉരുവിട്ട് പ്രാർത്ഥിച്ചു. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള തിരുവെടുത്തുകൾ വായിക്കാം. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം പണ്ട് ആശാരി ഉപദേശിച്ച് പറഞ്ഞ പോലെ അത്താപിത്താ ദൈവമല്ല, കണ്ണും കടയും കാണാത്തൊരു ദൈവമല്ല, അനങ്ങാനും നടക്കാനും മേലാത്ത ദൈവമല്ല, പോതവും പൊക്കണവും ഇല്ലാത്തൊരു ദൈവമല്ല. ഇടാ, ഞാനും നീയും സേവിക്കുന്ന ദൈവം ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും സകലത്തെയും സൃഷ്ടിച്ചവൻ, നിർമ്മിച്ചവൻ, സർവജ്ഞനായ ദൈവമാ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനുളവാക്കി, അവനായിട്ട് ഉളവാക്കി. ജാക്സ മൈക്ക് എനിക്ക് ആദ്യം തന്നതുപോലെതാ. ഇത് കൂട്ടാൻ ലവൻ പറയുന്നത്, ഇത് കൂട്ടാൻ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. മതിയോ? അതോ? ദൈവത്തിന്റെ മഹത്വം. എൻ്റെ തൊണ്ടയൊക്കെ പോയി കിടക്കുക, അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം, ആരാധിക്കുന്ന ദൈവം സകലത്തെ സൃഷ്ടിച്ച ദൈവമാ. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ. വായിച്ചേ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11. ഇത് മറിക്കാതെ കണ്ടത് വായിച്ചേ. വെളിപ്പാട് 4:11. കർത്താവ്, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും. നീ സർവവും സൃഷ്ടിച്ചവനും, പിന്നെ എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് യോഗ്യൻ. സകലത്തെയും നിർമ്മിച്ചവൻ, പടച്ചവൻ, ചമച്ചവൻ. എബ്രായ ലേഖനത്തിൽ വായിക്കുക, സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ തന്നെ. TKസിന്റെ ഒരു പാട്ടില്ലയോ? TKസിന്റെ സകലത്തിലാക്കും അതിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോനും. ഓ സകലത്തിലാകും അതിപനും അവനാം, ഉലകത്തെ നിർമ്മിച്ചോനും ആകാശവലയത്തെ രചിച്ചോനും. ഉലകത്തിൽ കുരിശേറി ഉലകത്തിൽ കുരിശേറി മാനവർക്കായി മരിച്ചുയർത്തേകി, ദാനമായി രക്ഷ നരർക്കേകി, ദാനമായി രക്ഷ നരർക്കേകി. യേശുവിൻ ജന്മമേ ഭയമെന്തിനകമേ, ദേശവും ഭയങ്ങേണ്ട, അവൻ വസിച്ചിടാ. ഓ യേശുവിൻ ജന്മമേ ഭയമെന്തിനകമേ, ദേശവും ഭയം വേണ്ട, അവൻ വസിച്ചിടാ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പോൾ ശ്രദ്ധിക്കുക, ആകാശവും ഭൂമിയും സമുദ്രവും സകലതും ഉണ്ടാക്കിയും നിർമ്മിച്ച ദൈവമാ. ഇനി ദൈവരാശി വായിച്ചാട്ട വാക്യം. ജാതികൾ കലഹിക്കുന്നു. ഇത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാ. അപ്പോൾ കലുഷിതമായ അന്തരീക്ഷം വന്നപ്പോൾ എല്ലാവരോടും ഒന്നിച്ച് പ്രാർത്ഥിക്കുക. അല്ല കേസിന് പോകുകയോ വഴക്കിന് പോകുകയോ പുക്കാറുണ്ടാക്കാൻ പോകുകയോ MP കാണാനോ MLA കാണാനോ മെമ്പറെ കാണാനോ വക്കീലിനെ കാണാനോ മജിസ്ട്രേറ്റിനെ കാണാനോ ഒന്നും പോയെന്നല്ല. അവർക്കറിയാം ഉന്നതന് മീതെ ഒരു ഉന്നതനുണ്ട്. ഇപ്പോഴോ എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ യാമേക്കാൻ ഉയരത്തിലുണ്ട്.
അവർക്കറിയാം രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് പുള്ളി അങ്ങ് തിരിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിലിരുന്ന് വചനം ഉരുവിട്ടു. 2-ാം സങ്കീർത്തനം, ജാതികളെ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്കുന്നതിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. അപ്പൊ 2-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാ. വചനത്തെ വചനം കൊണ്ടല്ലേ തെളിയിക്കുന്നത്. 2-ാം സങ്കീർത്തനം ദാവീദ് എഴുതി. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദാവീദ് 2:12 പറയുകയാ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച നമ്മുടെ പ്രസംഗ വിഷയം, എല്ലാവർക്കും അറിവുള്ളതാ പ്രസംഗ വിഷയം, വഴിയിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ. പോരാട്ടമെന്ന് പേര് കൊടുക്കണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഉണർവും ഒരു സന്തോഷവും ഒരു ഇളക്കവും ഒക്കെ വരണമെങ്കിൽ ഈ പേര് കൊടുത്തെങ്കിലേ ഒക്കുവുള്ളൂ. വഴിയിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ. ഈ ക്രിസ്തീയ ജീവിതം ഒരു വഴിയാത്രയോട് തുലനപ്പെടുത്താം. ഞാനും നിങ്ങളുമെല്ലാം യാത്രക്കാരാണ്. അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛൻ ഒരു വരി ഇങ്ങനെ എഴുതി, പാന്തർ പെരുവഴിയമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും വിയോഗം പോലെ നദ്യാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനകൾ അത്ര സുഖം തൃണ. അപ്പോൾ ആ വരി പാന്തർ പെരുവടി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും വിയോഗം പോലെ. ഈ പണ്ട് കാലത്ത് ഈ വാഹനങ്ങള് ഇല്ലാതിരുന്ന കാലത്ത് പാന്തർ യാത്രക്കാരെ യാത്ര ചെയ്ത് പലയിടങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ എവിടെയായാലും ഒരു സത്രം കാണും, വഴിയമ്പലം. രാത്രി അവരവിടെ വന്ന് തങ്ങും. ഇപ്പം ഇവിടെ ഈ ഉദാഹരണം പാമ്പാടിയിലൊരു സത്ര വഴിയമ്പലം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങ് ചെന്നാമറ്റത്തിൽ നിന്ന് ആൾക്കാർ ചിലപ്പം വന്നെന്ന് വരാം. പിന്നെ അങ്ങ് 14-ാം മൈലിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നെന്ന് വരാം. പിന്നെ അപ്പുറേ മീനടത്തിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നെന്ന് വരാം. പിന്നെ നമ്മുടെ അപ്പുറത്തെ പടിയുണ്ടല്ലോ, എന്നാ വട്ടച്ചാപ്പടി, വട്ടമലപ്പടി, വട്ടമലപ്പടി അല്ലേ, പെട്രോൾ പമ്പിനപ്പുറം. ചെറുതായിട്ടൊക്കെ അറിയാം. അപ്പോൾ അവിടുന്ന് ആൾക്കാർ വന്നെന്നറിയാം. ഉദാഹരണമാണ്. രാത്രി ചിലപ്പോൾ ഇവിടെ തങ്ങി നേരം വെളുക്കുമ്പം അവനവൻ ഉദ്ദേശിച്ച് സ്ഥലത്തോട്ട് പോവുക. ഇതുപോലാണ് മനുഷ്യജീവിതം എന്ന ആ വരിയുടെ അർത്ഥം. പാന്തർപ്പരിവടി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും യോഗം പോലെ. ഉദാഹരണം, നദ്യാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. നദ്യാ ഒഴുകുന്ന കാഷ്ടം നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. അവിടെ കാഷ്ടമെന്ന് ഉദ്ദേശിച്ചത് തടിക്കഷണം. നദിയിൽ കൂടെ വെള്ളപ്പൊക്കം വരുമ്പം തടി ഒഴുകി വരും. നദ്യാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ. ലക്ഷ്മി അതിൻ്റെ അർത്ഥം ഐശ്വര്യം, ധനം എല്ലാം സ്ഥിരതയുള്ളതല്ല. ആ പുസ്തകത്തിലെ വാക്യം അങ്ങനെ കുരുകിൽ മാറിപ്പോകുന്നത് പോലെ ഇത് നിലനിൽക്കുകയല്ല. അന്യായമായി സമ്പാദിക്കാന്നേ അതിലും മിനകേടാ. താനിടാത്ത മുട്ടമേ പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ. അപ്പോൾ ഇതെല്ലാം നശ്വരമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഞാനും നിങ്ങളുമെല്ലാം യാത്രക്കാരാ, വഴിയാത്രക്കാരാ. വഴിയിൽ വെച്ച് രക്ഷിക്കാതിരിപ്പാൻ, അതാ വിഷയം. അപ്പൊ ഞാനും നിങ്ങളുമെല്ലാം യാത്രക്കാരാ, വഴിയാത്രക്കാരാ. അല്ല, ആത്മീക ലോകത്തെ പാട്ടുകാര്, പഴയ പാട്ടുകാര്, നല്ല പാട്ടുകളാ പഴയ പാട്ടുകൾ. ഇപ്പോഴത്തെ പാട്ട് എല്ലാം മോശമാണെന്ന് പറയുന്നില്ല. എന്നാൽ മിക്കതും അന്നേരത്തെ ഇളക്കവും വെപ്രാളവും ഉള്ളു, പിന്നെ കൊള്ളുകയല്ല. എല്ലാം അല്ല, നോക്കരുത്. മുഴുവൻ പാട്ട് മോശമാണെന്ന് പറയത്തില്ല, ചില പാട്ടുകൾ നല്ലതുണ്ട്. എന്നാൽ പഴയ പാട്ടിനോളം വരികയല്ല. അതിന് കാര്യമുണ്ട്. അതൊക്കെ അനുഭവത്തിൻ്റെ തീച്ചൂളയ്ക്കകത്തൂടെ എഴുതിയ പാട്ടുകളാണ്. അപ്പം അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ ആത്മീക ലോകത്തെ പാട്ടുകാര് ധാരാളം പാട്ടുകാരുണ്ട്. അത്
നമ്മളോർക്കുന്ന ഇപ്പോഴത്തെ ഇപ്പം 2 പാട്ടും എഴുതി എന്തേലും ഒന്ന് വായിക്കാൻ അറിഞ്ഞാൽ ഉടനെ പറഞ്ഞത് പിന്നെ സംഗീതജ്ഞൻ ആകെ 3 പാട്ടുമായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. സംഗീതജ്ഞൻ. എനിക്ക് പാടാൻ കൃപയൊന്നുമില്ല, ഞാൻ പാടുന്നില്ല. പറയുക സംഗീതജ്ഞന് വല്ല സംഗീതവും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നാൽ ഇത് അറിവുള്ളവർ ധാരാളം ആൾക്കാരുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ വിഡിത്തം പാടുമ്പം അവർ ഇരുന്ന് ഊറിയ ചിരി. പിന്നെ അവർ അന്തസ്സുള്ളവർ നല്ല മനുഷ്യരായതുകൊണ്ട് നമ്മളോട് കയറി കൊമ്പ് കോർക്കുന്നില്ലെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നാൽ പഴയ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്. ഇപ്പോഴത്തെ എല്ലാം മോശമാണെന്നല്ല പറഞ്ഞ, ചില പാട്ടുകൾ നല്ലതുണ്ട്, അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ആത്മീക ലോകത്തെ പഴയ പാട്ടുകാർ പലരും പാടി ഓർപ്പിക്കുന്നത് നമ്മളെല്ലാം യാത്രക്കാരാണ്. നമുക്കറിയാവുന്ന ഒരു പാട്ടുണ്ടല്ലോ, ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്. പാട്ടിൻ്റെ അർത്ഥം യാത്രക്കാരാണ്, വഴിയാത്രക്കാരാ. ഒരു വിശേഷണ പദത്താൽ അറിയപ്പെടുന്നത് ചെറിയാച്ചായനെ, എം ഇ ചെറിയാച്ചനെ, മധുരയുടെ മധുര ഗായകൻ. എന്ത് നല്ല പാട്ടുകളാ. ചെറിയാച്ചന്റെ ഒരു പാട്ടാ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലയല്ല വിശ്വാസത്താലെ. ഇപ്പോഴും അത് പാടിയാൽ അതിൻ്റെതായ ചൈതന്യം ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. കർത്താവിൽ മൺമറഞ്ഞ ശ്രേഷ്ഠ ദൈവദാസി അന്നമ്മ മാമൻ, ആ ധീര വനിത ഏകയായിട്ട് വിശ്വാസത്തിൽ വന്നപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന. ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല, അറിവുണ്ടല്ലോ മിക്കവർക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പാട്ടക്കെട്ടും ബൈബിളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ധീര വനിത കർത്താവ് അന്നാരം കൊടുത്ത ഈ പ്രചോദനമനുസരിച്ച്, നിയോഗമനുസരിച്ച് എഴുതിയ പാട്ട് ഇപ്പോഴും പാട്ട് പാടുമ്പോൾ ചൈതന്യമാ. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഇതുപോലെ എത്ര നല്ല പാട്ടുകളാ. ദൈവത്തിന് മഹത്വം ആട്ടെ, വിവരിക്കുന്നില്ല. അപ്പോൾ ഈ പാട്ടുകാർ പലരും പാടി നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നത് നമ്മളെല്ലാം യാത്രക്കാരാ, വഴിയാത്രയാ. അല്ല, വേറെ പുസ്തകം നിങ്ങൾ പഠിച്ചേ, നമ്മുടെ പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ ജനതകൾ അവരെല്ലാം യാത്രക്കാരായിരുന്നു. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ 40 വർഷം യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷമാ എണ്ണപ്പെട്ട ചിലര് കനാനിലെത്തിയത്. അപ്പോൾ ഈ വർഷങ്ങളെല്ലാം ഒരു യാത്രയാണ്. പുതിയ നിയമ ഇസ്രായേലാകുന്ന നാമും സ്വർഗീയ കനാന് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. നമ്മൾ യാത്രക്കാരാ, മരുഭൂമി യാത്രക്കാരാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വിഷയം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ വഴിയിൽ നമ്മെ തകർത്ത് കളയുവാൻ, നശിപ്പിക്കുവാൻ, മുടിച്ചു കളയുവാൻ, വകവരുത്തുവാൻ അനേക പോരാട്ടങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വഴിയിലുണ്ടാകുന്ന പോരാട്ടം. ദൈവത്തിന് മഹത്വം. വഴിയിലുണ്ടാകുന്ന പോരാട്ടം. നമുക്ക് വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. നിഴലും പൊരുളും ഒക്കെ ആണല്ലോ പഴയ നിയമവും പുതിയ നിയമവും, പ്രതിരൂപ സ്വരൂപങ്ങൾ. അപ്പോൾ ആ നിലയിലൂടെ ചിന്തിക്കാം. വഴിയിലുണ്ടാകുന്ന പോരാട്ടം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇസ്രായേൽ മക്കൾ മുഴുവൻ യാത്രക്കാരായിരുന്നു, വഴിയാത്രക്കാരാ. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 12 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 10 സ്ഥലത്ത് വെച്ച് ശിക്ഷ നടത്തി. എണ്ണി തിട്ടമെടുത്തത് 2 പേരൊഴികെ ചിട്ടമുള്ളവർ പട്ടുപോകുകയും ശേഷമുള്ളവരാണ് കനാനിലേക്ക് പ്രവേശിച്ചത്. ഇതിനിടയ്ക്ക് അനേകർ വഴിയിൽ പട്ടുപോയി. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഞാനും നിങ്ങളും ഈ വഴിയിൽ പട്ടുപോകരുത്. CS പാടിയൊരു പാട്ടുണ്ടല്ലോ, നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോട്. അറിയാവുന്നവർ ചേർന്ന് പാടും. ഓ നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടാടും. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേ. ഓ നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേ. പാഴാകാതെ യാത്ര തുടരാ.
പീടുകില്ലെന്നരുളിയ കരുണനീതേ പീഡിച്ചാനുദിനം മരുഭൂമിൽ നടത്താമൻ ഉറച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എൻകാരം പീഡിച്ചാനുദിനം മരുഭൂമിൽ നടത്താമൻ ഉറച്ചവൻ ഒരു നാളും മറക്കുകയില്ല. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓടിച്ചു മുമ്പോട്ട് പോകാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ വഴിയാത്രയിൽ, ക്രിസ്തീയ യാത്രയിൽ, വഴിയാത്രയിൽ നമ്മെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ, വകവരുത്തുവാൻ വഴിയിൽ പതിയിരിപ്പുണ്ട്, പോരാട്ടമുണ്ട്. ഇന്ന് രാത്രി അതിനെ ജയിക്കണം. എന്തുവകയാ വഴിയിലുള്ള പോരാട്ടം? ചില കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക. ഇന്ന് ദൈവദാസിയുടെ പേരെന്തുവാ? മേരി. ആ, നല്ല പേരാ മേരി. നല്ലതാ. യേശുവിൻ്റെ അമ്മയുടെ പേരല്ലയോ? ദൈവദാസന്റെ പേര് അരുൺ. ആ, നല്ല പേര്. എന്നാ മൈക്ക് കൂടെ പറയാതെ? എല്ലാവരും കേൾക്കട്ടെ, നല്ല പേര്. രണ്ടുപേരും ഇന്ന് രാത്രി പേര് കളയരുത്. ആ, വായിച്ച് നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്. രണ്ടുപേരും വായിച്ച് സഹായിക്കണം. ഇന്ന് വാക്യങ്ങൾ ഇഷ്ടം പോലെ പറയാൻ പോവുക. അപ്പോൾ അത് വായിച്ച് രണ്ടുപേരും ഒന്ന് സഹായിച്ചു തരണം. എന്തേലും ഒരു തെറ്റ് വന്നാൽ അതൊക്കെ ഞാൻ പരിഹരിക്കാം, പേടിക്കൊന്നും വേണ്ട. നല്ല രണ്ട് ചടിക്കടാന്ന് നല്ല തടിപ്പുറത്തെ വെടി പോലെ നിന്നോണം മേരി. അപ്പൊ ശ്രദ്ധിക്കുക, വഴിയിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവെടുത്ത്. വഴിയിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ. ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവെടുത്ത്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അതാണ് നമ്മുടെ വിഷയം. വഴിയിലെ പോരാട്ടമാണ്. വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ. 2 പ്രാവശ്യം വഴി എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്. അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. നമ്മുടെ വിഷയം വഴിയിൽ വെച്ച് നശിക്കരുതെന്ന പ്രധാന വിഷയം വഴിയിൽ ഉണ്ടാകുന്ന പോരാട്ടമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് പ്രയാണം ചെയ്തു വരുന്ന വേളയിൽ ഇവിടെ വഴിയാത്രയിൽ വന്ന, എൻ്റെ ഭാഷയിലാ കേട്ടോ, പ്രധാനപ്പെട്ട പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. അമാലേക്ക് ഇസ്രായേൽ ആരാ? ഒന്ന്, ഇവരെല്ലാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചവരാ. മിസ്രയീം ദേശത്ത് ആബീമ മാസം 14-ാം തീയതി ഒരു കുഞ്ഞാടിനെ കണ്ടിച്ചു. ആ കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നിഴലാ. ആ കുഞ്ഞാടിന്റെ രക്തം കട്ടിളക്കാർ രണ്ടിലും കുറുമ്പടി മേലിൽ പുരട്ടി. ഈ രക്തം യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന് നിഴല. എന്താ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ വിശേഷത? ഇത് പാപം മോചിക്കുന്ന രക്തം. യേശുവിന്റെ രക്തം രോഗം സൗഖ്യമാക്കുന്ന രക്തം. യേശുവിന്റെ രക്തം നിർമ്മല രക്തം. യേശുവിന്റെ രക്തം വിലയേറിയ രക്തം. യേശുവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തം. യേശുവിന്റെ രക്തം നിന്റെ മേറയെ മധുരിപ്പിക്കുന്ന രക്തം. യേശുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ യോഗ്യരാക്കി തീർത്ത രക്തം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ട മേത്തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവ് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ആ കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. തന്റെ ജീവൻ തന്നെയാ എന്നെ നടത്തുന്നതും. തന്റെ ജീവൻ തന്നെയാ എന്നെ നടത്തുന്നതും. തന്നെയും തന്റെ കൈത്ത പാടുക തൻ മരണം. തന്നെയും തന്റെ കൈത്ത പാടുക തൻ മരണം. തൻകുന്റെ ദുർത്തന ശക്തി കഴിഞ്ഞ നന്നായി അനുഭവിച്ചെന്നും മണങ്ങുന്നു.
ഇന്നും വണങ്ങുന്നേ. തൻ പുനരുത്ഥാന ശക്തിയെയും നന്നായി അനുഭവിച്ചിന്നും വണങ്ങുന്നു നിത്യ എന്താ ദൈവമേ അവൾ കൂട്ടാരൻ രമ്യമേ. ആ കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്ക്. നിന്റെ അകൃത്യങ്ങൾ കടിഞ്ഞു മുമ്പായിരുന്നാൽ രക്താംബരം പോലെ ഇരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ രക്തം. ഈ രക്തത്തിന് ശക്തിയുണ്ട്. അപ്പോൾ കുഞ്ഞാടിനെ അറുത്തു, ചോരത്തിൽ ആചരിച്ചു. ഒറ്റവാക്ക് പറഞ്ഞ ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുത്താൽ മതി. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ ഇവരുടെ വണ്ടിയാത്രയ്ക്ക് വന്ന പോരാണ്ട് മാമാലിലേക്ക് ഇവരാരാണ് പഠിപ്പിച്ചത്? ഒന്ന്, ഇവർ രക്ഷിക്കപ്പെട്ടവരാ. രക്ഷിക്കപ്പെട്ട് പിന്നെയും പെട്ടില്ല, വിട്ടു. പലതും രക്ഷിക്കപ്പെട്ട് പിന്നെ അവിടെ പെട്ടു. അല്ല, രക്ഷിക്കപ്പെട്ട് വിട്ട്. എന്തോ വിട്ടു? മിസ്രയീം വിട്ടു. ഇത് ഇപ്പോഴും മിസ്രയീമിൽ കിടന്നുകൊണ്ട് പറവോന് ഞാനിനി അയാളവിടെ കിടന്ന് ചിരിക്കുക. ഈ വിട്ടി അതിന് വിട്ട് പോലും പോകുന്നില്ല. എന്നിട്ട് ഇവിടെ കിടന്ന് പുള്ളിയുടെ അതിരെ കിടന്നാ പാടുന്നത് അമ്പാറടിച്ച്. എടാ, മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്ന എപ്പോഴാണെന്നറിയാമോ? ചെങ്കടൽ കിടന്ന് അക്കരെ കയറുമ്പം. അപ്പൊ ചെങ്കടൽ സ്നാനമാ. വായിച്ചോ കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യം വായിക്കേ. കുട്ടിക്ക് കിട്ടുന്നില്ലേ? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിലായിരുന്നു. മേഘത്തിൽ സമുദ്രത്തിന്റെ ആനുമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാകാരം നിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ മാറിയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന ദൈവരാസനോട് വായിച്ചു 10-ന്റെ 1 മുതൽ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റെന്ന്. മതി മതി മതി. അപ്പൊ ചെങ്കടല് സ്നാനമാ. ഇത് വെന്തിക്കോസുകാരുണ്ടാക്കിക്കൊണ്ട് വന്നതല്ല. ചെല്ലി പറയാം, കുന്നപ്പുറത്ത് സൈമൺ ഒപ്പിച്ചതാണ്. ഏതാ? ഗേവി സൈമൺ. പോടാ, സൈമന്റെ കുടുംബത്തിൽ നിന്ന് വന്നതാണോ? എടാ, ഇത് സർവജ്ഞനായ ദൈവം തന്റെ തിരുഹൃദയത്തിന്റെ നിർണയപ്രകാരം കുറിച്ചു വെച്ച പ്രമാണമായത്. സ്നാനം അല്ല, വെന്തിക്കോസുകാർ കൊണ്ടുവന്നതല്ല. ഉണ്ണുണ്ണി സാറിൻ്റെതല്ല സ്നാനം, സൈമൻ്റെതും അല്ല. മനസ്സിലായോ? കുക്കുസാഹിബ് കൊണ്ടുവന്നതല്ല, നാഗളോ നോയലോ കൊണ്ടുവന്നതല്ല. ഇത് ദൈവത്തിന്റെ വചനമാ. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ആ സ്നാനം ഈ ദൈവത്തിന്റെ കൽപ്പനയാണ്. ആട്ടെ, വിവരിക്കുന്നില്ല, ഇതൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടവരായി ഇസ്രായേല് വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയപ്പോൾ പ്രശ്നം തീരുകയല്ല, പ്രശ്നം തുടങ്ങുക. നമ്മൾ ചില ആൾക്കാരോട് പറയാം, അമ്മാമ അങ്ങ് മുങ്ങിയാ മതി, എല്ലാ പ്രശ്നവും തള്ളയെടുത്ത് വെള്ളത്തിൽ ചാടുകയും ചെയ്യും. വീട്ടിൽ ചെന്നപ്പോൾ പ്രശ്നം. ഉടനെ പറഞ്ഞു, മേരി മേരി പറഞ്ഞിട്ടാ ഞാൻ മുങ്ങിയത്. അന്ന് മുതൽ പ്രശ്നമാ. ഈ മേരി അല്ല കേട്ടോ, ഞാനൊരു പേര് പറഞ്ഞതേ ഉള്ളൂ. മേരി അതുകൊണ്ട് വായിക്കാതിരിക്കരുത്. ദൈവത്തിന് മഹത്വം. അന്ന് മുതൽ പ്രശ്നമാ. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് ആരും പഠിപ്പിക്കരുത്. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആ പ്രശ്നം. അതിനാ സ്നാനപ്പെട്ടപ്പോഴല്ലേ മിസ്രയീം പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടത്. അല്ലേ മിസ്രയീമിലല്ലേ കിടക്കുന്നേ? മിസ്രയീം പൂർണ്ണമായിട്ട്. നമ്മളെല്ലാം പാടും, എല്ലാവരും ഹൈ പിച്ചിലൊക്കെ പാടും, ഞങ്ങളൊക്കെ പാടും. ഞങ്ങൾ ഇച്ചിരി പിച്ച് കൂടുതലൊക്കെ ഒരു തള്ള പറഞ്ഞ പാടുന്നതല്ല. നിങ്ങൾ രണ്ടും കൂടെ കിടന്ന് കാറുന്നത് എന്തിനാണ്? അല്ല, അതാ ശരി. അവർ നന്നായിട്ട് നല്ല ശ്രുതിയൊക്കെ ചേർത്ത് പാടുന്നവരാ. ഞങ്ങൾ കാറുക. എന്നാലും തള്ള എങ്ങനെയാ പറഞ്ഞേ? ഇപ്പോഴും ഉണ്ട്. ഓതറ കണ്ടൊരു തള്ളയല്ലേ, ഏതാ അവരുടെ പേരില്? പുള്ളിക്ക് ഇനി അങ്ങോട്ട് ചെല്ലണ്ട, അതുകൊണ്ട് പേരും പറയും. തള്ള എങ്ങാനും മുക്കിന് വെച്ച് കണ്ട് പാവത്താന്. എനിക്ക് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയോണ്ട് ഇതൊന്നും വിഷയമല്ല.
അപ്പൊ എന്തായാലും നമ്മൾ ഒരു പഴയ പാട്ട് പാടുകല്ലേ, മിസ്രയീം വീട്ടതിൽ കേദി പാനില്ലൊന്നു ആശ്വാസദേശമൻ മുൻപിലുണ്ട്. ഓ മിസ്രയീം വീട്ടതിൽ കേദി പാനില്ലൊന്നു ആശ്വാസദേശമൻ മുൻപിലുണ്ട്. നിർത്തിക്കേ തള്ളെ കരഞ്ഞുകൊണ്ട് പാടാതെ സന്തോഷത്തോടെ പാട്. ആ മുഞ്ഞി മോന്ത ഇരിക്കുന്നു ഇതിനെയൊക്കെ എനിക്കിവിടെ നിന്നാ നല്ല യൗവന കാണാം. ആ മളിച്ച മോന്തയോടെ പാടാതെ നല്ല കളർ ഇതൊക്കെ മതിയെന്ന് സന്തോഷത്തോടെ പാടണം. മോനെ ഒന്ന് വീഡിയോ വിളിക്ക്, തള്ളയുടെയൊക്കെ മുഖം ഒന്ന് കാണട്ടെ എങ്ങനെയാ പാടുന്നെന്ന്. ആ നല്ല സന്തോഷത്തോടെ പാട്. മിസ്രയീം വിട്ടത് സങ്കടത്തോടാണോ പാടുന്നേ? അയ്യോ, അടിമനകൊത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചില്ലേ? പാപത്തിന്റെ പിടിയിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചില്ലേ? പിശാചിന്റെ മുഖത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചില്ലേ? പറവോന്റെ ആമൻ ഇരുമ്പ് ചൂളയിൽ നിന്നല്ലയോ ദൈവം നിന്നെ വിടുവിച്ചത്. പിന്നെ ആനന്ദ കണ്ണീരാന്നേ കുഴപ്പമില്ല കേട്ടോ. ആ പാട്. മിസ്രയീം വീട്ടതിൽ കേദി പാനില്ലൊന്നു ആശ്വാസദേശമൻ മുൻപിലുണ്ട്. ഓ മിസ്രയീം വീട്ടതിൽ കേദി പാനില്ലൊന്നു ആശ്വാസദേശമൻ മുൻപിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത കൽമേടകളൊക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകളൊക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. അരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, മിസ്രയീം വിട്ടത് മണ്ടത്തരമല്ല, ശ്രേഷ്ഠമാ. ഇനി ആ വഴിക്ക് പോകരുതെന്നാ എഴുതിയേക്കുന്നേ. ആ വഴിക്ക് ഇനി ചിലരിടക്കിടയ്ക്ക് ആ വഴി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ചിലര് പോകത്തില്ലെങ്കിലും പോയെന്നാ ചിലര്. എടാ പ്രാന്താ ചുമ്മാ നീ വിട്ടു പോകുന്നതിനെ ഓർക്കൊന്നും വേണ്ട. ശ്രേഷ്ഠമേറിയ സ്ഥലത്തല്ലേ വന്നേക്കുന്നേ. അണ്ട നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോൾ ഇവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ. അപ്പൊ സ്നാനപ്പെട്ട് മറുകര കയറിയപ്പോൾ പോരാട്ടം തീരുകയല്ല, പോരാട്ടം തുടങ്ങുക. അങ്ങനെ ഇവർക്കെതിരെ വന്ന പ്രഥമ പോരാട്ടം അമാലിയക്ക്. ഇനി ആവർത്തനം 25:17 ഒന്നുകൂടെ വായിച്ചേ നിങ്ങൾ രണ്ടുപേര് ആരേലും. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് വന്നെന്നാ. നീ ക്ഷീണിച്ചും. അപ്പൊ ശ്രദ്ധിച്ചേ, ഓടിച്ച് നീ മുമ്പോട്ട് പോകാം. നമുക്ക് സ്വോത്രാഴ്ചക്ക് സമയമായോ? സമയം എന്തുവായി? 9. 9:15 ഞാൻ സമയം തരാം സ്വോത്ര കാഴ്ചക്ക്. പോരെ? 5 മിനിറ്റ് കൊണ്ട് എടുത്തേച്ച് എനിക്ക് 9:20 തരണം. അപ്പം പിന്നെ ഞാനൊരു 10:30 വരെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരുടെ യാത്രയിൽ വന്ന പ്രഥമ പോരാട്ടം അമാലേക്കിന്റെ പോരാട്ടം. ആരാ ഇവര്? രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പോരാട്ടം തീരുകയല്ല, പോരാട്ടം തുടങ്ങുക. ഈ പെന്തിക്കോസ്ത് വന്നു കഴിയുമ്പോൾ പ്രശ്നമെല്ലാം തീരുമെന്ന് ധരിക്കരുത്, പ്രശ്നം കൂടുകയുള്ളൂ. പക്ഷേ ഇതിന്റെ നടുവിലും നിന്നെ ജയത്തോടെ ദൈവം നടത്തും. കോടിക്കണക്കിന് സാമ്പത്തിക വിഷയം ഉള്ള വ്യക്തിയാണെന്ന് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യത്തില്ല. നന്നായിട്ട് വന്നവനാന്നേ. നേരായ വഴിയിൽ കൂടെ വന്നെങ്കിൽ, നേരായ വഴിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാന്നുള്ള ആ ഉപദേശ സത്യം മനസ്സിലാക്കി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് നിൽക്കുന്നവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, പെന്തിക്കോസ്തുകാരുടെ കാര്യമല്ല. അല്ല, അങ്ങനെയുള്ളവന് ഇത് വിഷയമല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവർക്ക് വിരോധമായി വന്ന പോരാട്ടമാണ് അമാലേക്കിന്റെ ശക്തികൾ.
ഇനി ആരായി അമാലിലേക്ക്? ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഇനി ചടികടാന്ന് വായിക്കാം. ഉൽപ്പത്തി 36:12. ആരാണ് അമാലിലേക്ക്? ഉൽപ്പത്തി 36:12. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ആരാണ് ഈ അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകനാ. ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ച സന്തതിയാണ് അമാലേക്ക്. അപ്പോൾ അമാലേക്കിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വാഗ്ദത്ത പ്രകാരം ജനിച്ചതല്ല, ജഡപ്രകാരം ജനിച്ചതാണ്. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമല്ല, ജഡമാണ്. അപ്പൊ ഈ അമാലേക്കിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ശക്തിയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കൃപയിൽ വന്ന ദൈവപൈതൽ ഓർത്തോണം, നിനക്കെതിരെ വിരോധമായിട്ട് വരുന്ന ശക്തമായ പോരാട്ടം ജഡത്തിന്റെ പോരാട്ടമാണ്. നമ്മളോർക്കും വണ്ടിയോട് പോരാട്ടം, വസ്തുവിന്മേൽ പോരാട്ടം, പിള്ളേരോട് പോരാട്ടം ഇല്ലെന്നല്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും പോരാട്ടമല്ല. ചില പറയാം വണ്ടിയോട് പോരാട്ടം. എന്നും വണ്ടിയിൽ ഇടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, എപ്പോഴും ഇടിയാ. അത് പോരാട്ടമാണോ? 1, വണ്ടി ഓടിക്കാൻ പഠിക്കണം. 2, ഗിയറുള്ളത് അതിന് മാറാനും എടുക്കാനും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 3, ലൈസൻസ് ഉണ്ടായിരിക്കണം. 4, ഇതിന് നിയമങ്ങളെല്ലാം പാലിക്കണം. 5, പെട്രോളോ ഡീസലോ ആണ് അത് നോക്കണം ഉണ്ടോ എന്ന്. ഓടിക്കാതെ നടക്കി എന്ന് വെച്ച് നിൽക്കുക എന്താ പറയുക, പോരാട്ടമാണ് അവിടെ. പിന്നെ ടാങ്ക് എന്തിനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? നമ്മൾ ഈ പറയുന്നതൊന്നും അല്ല പോരാട്ടം. പോരാട്ടം ഇല്ലെന്നല്ല, പോരാട്ടമുണ്ട്. പക്ഷെ നമ്മൾ ഈ പോരാട്ടം എന്ന് പറഞ്ഞ് നമ്മുടെ അറിവുകേട് കൊണ്ടും പരിജ്ഞാനക്കേട് കൊണ്ടും ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടും വിവരമില്ലായ്മ കൊണ്ടും വരുന്നത് അത് പോരാട്ടമല്ല. വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് എടുക്കുക പോരാട്ടമാണോ? ആണോ? 2 പേര് പോകേണ്ട 2 വീലറ് ടാങ്കിൻ്റെ മണ്ട വരെ ഒരെണ്ണത്തെ നിർത്തിക്കൊണ്ട് പോവുക. അവന് പിടിക്കാനും ഇവിടെ വില്ലേ ഇരിക്കുക. പുറകെ ഒരെണ്ണം ഇടയ്ക്ക് അല്ലെ ആപ്പിടുന്നത് പോലെ വേറെണ്ണം ഇങ്ങനെ ഇരിക്കുക. അത് പോരാട്ടമാ? എന്നാ ജയ്സൺ നോക്കിയ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഈ പോരാട്ടം. ചില പറയാ വസ്തുവിന്മേൽ പോരാട്ടം. വസ്തുവിൽ എന്നാ പോരാട്ടം? 1, കള്ള ആധാരം ഉണ്ടാക്കരുത്. തന്തയും തള്ളയും തൊലയാറായപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മി ഇരുന്നേച്ച് കൈവരൽ കൊണ്ട് അമ്മക്ക് ആധാരം ഉണ്ടാക്കരുതെന്ന്. ഒരുത്തനെ കമത്തി കടിച്ചേച്ച് അവൻ്റെ കുതികാല് വെട്ടിയേച്ച് ഒന്നും കയ്യിൽ മേടിച്ച് വെക്കരുത്. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ ഒക്കെ കൊടുക്കാനുള്ളത് കൃത്യമായിരിക്കണം. എന്നിട്ട് പറയാം വസ്തുവിന്മേൽ ഉണ്ട് മാസ്റ്റർ. ഇന്നവിടെ ഒരു അമ്മാമ്മ പ്രാർത്ഥിച്ചു, ഇതുപോലെ ഇതിലെ ഒരു വരത്ത് പോക്ക്. നീ തന്നെ വരുന്നത് വലിയ വരവായത്. നിന്റെ ആ വരവ് തന്നെ അതൊന്നും പോരാട്ടമല്ല. ഇന്നത്തെ കാലം അതിര് തിരിച്ചിട്ടേക്കണം. കരവടച്ച രസീത് വേണം. വില്ലേജ് ഓഫീസിലോ പഞ്ചായത്തിലൊക്കെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണം. വഴി ഉണ്ടെങ്കിൽ നടപ്പാതെയാണ് അത് കൃത്യമായിട്ട് വഴിയാക്കിയൊക്കെ എടുക്കണം. അതിനൊക്കെ നിയമങ്ങളുണ്ടെന്ന്. അപ്പുറത്ത് ഇതിലേ അങ്ങോട്ട് പൊക്കൂ, അല്ലെങ്കിൽ എത്ത് കഴിയും പറയും ഇതിലേ പോകണ്ടെന്ന്. ഉടനെ അവർക്കെതിരെ കൊമ്പ് കോർത്ത്. ഇതിനൊക്കെ എല്ലാം ക്ലിയർ ആയിരിക്കണം. അതൊന്നും പോരാട്ടമല്ല. ചില പറയാം അപ്പോൾ പിള്ളേരോട് പോരാട്ടം. എന്നാ ഭാഷ എന്തോ മാമ? അയ്യോ മോനെ സ്കൂളിൽ പോയിട്ട് വന്നങ്ങ് ഭയങ്കര അസ്വസ്ഥത. എന്നാ കൊച്ചന് ചെയ്യേണ്ടതൊന്നും ഇവള് ചെയ്തു കൊടുക്കുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല. അവന് രാവിലെ അല്ലെ അവൾക്ക് കുഞ്ഞിനെ രാവിലെ എഴുന്നേൽക്കുമ്പം അപ്പനോ അമ്മയോ അല്ലെ വീട്ടിൽപ്പെട്ടവർ അതിന് ചെയ്യേണ്ടതല്ല. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. ഇത് തലേന്ന് വെച്ച പഴഞ്ചോറ് അത് വളിച്ചത് ആ കൊച്ചിന് കൊടുത്തു. അത് ഉച്ചവരെ അവിടെ ഇരുന്നപ്പോൾ അത് പരുവക്കാടായി തിന്ന് അതിന് വയറൊഴിഞ്ഞു. എന്നാ പറയാം പോരാട്ടം വന്ന് പാസ്റ്റ് യാസിച്ചാൽ വല്ലതും പഴഞ്ചോറ് ചൂടിയോറാകുമോ? എന്നാ കാണിച്ചാ ഉള്ള കാര്യമായി പറയുന്നേ. അതൊന്നുമല്ല പോരാട്ടം. അതെ നമ്മുടെ വിഷയത്ത് വരാം. അപ്പൊ പോരാട്ടം എന്തുവാ ഇവിടെ വായിക്കുന്നത്? നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്. അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന്. അപ്പോൾ അമാലേക്കിന്റെ ശക്തികളാ വന്നത്. ആരാണ് ഈ അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകൻ. ഏശാവിന്റെ മകനാകുന്ന എലീഫസിന് തന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ച സന്തതി അമാലേക്ക്. അമാലേക്കിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വാഗ്ദത്തമല്ല, ജഡമാണ്. അപ്പോൾ അമാലേക്കിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പോരാട്ടമാണ്. ജഡത്തിന്റെ പോരാട്ടം.
ഈ ജഡത്തിൽ അതാ ഏറ്റവും വലിയ പോരാട്ടവും. ജഡത്തിന്റെ പോരാട്ടം ഉപവാസ പ്രാർത്ഥന തീരുമ്പോഴൊന്നും മാറുകയല്ല. എന്നുവരെ ഈ പോരാട്ടം ചെല്ലു പറയുന്നത് 3 ഇരുന്നാൽ ഉടനെ മാറുമെന്നും മിക്കവാറും ഉടനെ അടുത്ത ആൾ വന്ന് പറഞ്ഞു, പ്രവാചകൻ വന്ന് പറഞ്ഞ് 7 ഇരുന്നോളാൻ. ഉടനെ 7 കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രശ്നം. ഉടനെ പ്രവാചകൻ വന്ന് പറഞ്ഞ് 21 ഇരുന്നോളാൻ. ഒരു നേരം കഴിച്ചോണ്ട് പിന്നെ എന്താ പറഞ്ഞാൽ ഗുളിക കഴിക്കുകയല്ലയോ. ഉടനെ 21 കഴിഞ്ഞപ്പം ലോക പ്രശസ്ത പ്രവാചകൻ പറഞ്ഞ് 40 ഇരുന്നോളാൻ. ചുരുക്കി പറഞ്ഞാൽ നീ കഞ്ഞി കുടിച്ചാകുകയല്ല, എന്ന് നിനക്ക് ഉപവാസം. അതല്ല, ഈ ജഡത്തിന്റെ പോരാട്ടം എന്നുവരെയുണ്ട്. ഒരു വാക്യം വായിച്ചേ, പുറപ്പാട് പുസ്തകം 17:16 വായിച്ചേ. ഒരു പ്രയോഗമുണ്ട് അവിടെ. യഹോവയുടെ സിംഹാസനത്താണ്, ഉറക്കമായിരേ, യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമാലേക്കിനോട്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. അപ്പൊ എന്നുവരെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് തലമുറയായിട്ട് യുദ്ധമാണ്. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ ഈ ജഡത്തിന്റെ പോരാട്ടം എന്നുവരെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നിന്റെ മരണം വരെ, അല്ലെങ്കിൽ വേറെ പുസ്തകത്തിന്റെ ഉപദേശപ്രകാരം കാഹളം ധ്വനിക്കുന്നത് വരെ. അത് വരെയും പ്രശ്നമാണ്. അതിന് കാരണം പറയാം, ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. വീണ്ടെടുപ്പ് പലതുണ്ട്. ഭൂമിയുടെ വീണ്ടെടുപ്പ്, ആത്മാവിന്റെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അറിയാമല്ലോ. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ഇത് ജഡമാണ്. ഇതിനൊത്തിരി ആഗ്രഹങ്ങള്, മോഹങ്ങള്, ഇച്ഛകള്, അഭിലാഷങ്ങളൊക്കെ ജഡത്തിനുണ്ടെന്ന്. എന്തായാലും കാണുമ്പോൾ അതിനോട്ടൊരു നോട്ടോ, ഒരു ആകാംക്ഷ, ആഗ്രഹമോ. അടുത്തിരിക്കുന്നവർ പുതിയ സാരി ഉടുക്കുമ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ചിലർ ആത്മാവിലാകുന്നതിനിടെ തിരുമേച്ച് നോക്കി എവിടുന്നാന്ന് ഒരു കൈ ഇങ്ങനെ അനക്കിക്കൊണ്ട. ഹാലലൂ, ജഡമാ. കൂടെ ആരാധിക്കുന്ന ഉപദേശമാർ അടുത്തിരിക്കുമ്പോൾ ഇപ്പം എല്ലാവരും ഈ ബൈബിളിൻ്റെ പുറത്താണല്ലോ മൊബൈൽ വെക്കുന്നത്. ഞാൻ മിക്കയിടത്തും കണ്ടിട്ട് ഉപദേശമാർ വരെ ബൈബിളിൻ്റെ പുറത്തോളം, ഇവരെല്ലാം പിന്നെ താഴെയാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ വെക്കാവൂ, ഇങ്ങനെ വെക്കണ്ടേ. ചില വിടലകളുണ്ട്. ബൈബിളിൻ്റെ പുറത്ത് കൊണ്ട് ഇവൻ്റെ മൊബൈൽ മോശമാണെന്നല്ല, ബൈബിളിൻ്റെ പുറത്ത് ആന്നോ വെക്കുന്നേ. അത് മൊബൈൽ വെച്ചോളൂ. ഒരുത്തൻ യോഗത്തിന് ബൈബിളിൻ്റെ പുറത്ത് കൊച്ചിനെ എടുത്ത് തുള്ളിക്കുന്നു. അത് വേറൊരു പോട്ടെ. ദൈവവചനത്തോടൊന്നും ബഹുമാനം പോലുമില്ല. ആ കാര്യത്തിൽ ഞാൻ ഹൈന്ദവരെ വളരെ അറ്റം, ഹൈന്ദവരെയും കത്തോലിക്ക സഹോദരങ്ങൾ വളരെ ഭക്തിയോടാണ് ഇതെടുക്കുന്നത്. എടുക്കുമ്പോഴേ ഒന്ന് തൊട്ട് വന്നിച്ച് ഭയത്തോടെ ആ പുസ്തകം തുറക്കുന്നത് തന്നെ എന്ത്, നമ്മുടെ ആൾക്കാർ ഉമ്മ അങ്ങ് അടക്കുക. കാരണം ഫ്രീ ആയിട്ട് കൊടുക്കുകയല്ലേ. അതാ കാരണം ഇങ്ങനെ പരവീട് കടിച്ച് നല്ല താരിപ്പായി. അതുകൊണ്ടാണ് ഇതിന് ബഹുമാനം കൊടുക്കാത്തത്. ഇത് ഭക്തിയോടെ കൈകാര്യം ചെയ്യണം. ഞാൻ പണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് നാമം ജപിക്കുമ്പം അതിൻ്റെ ഒടുവിലൊരു വരിയുണ്ട്, മറന്നു പോയി. എന്നാലും തെറ്റുകാരൻ പുള്ളിക്കറിയാം, പുള്ളിയെ കൊണ്ടുവന്നല്ലോ. ആ വരി ഇങ്ങനെ, ഭക്തിയോടെ സന്ധ്യനാമ കീർത്തനം കത്തിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ. ഞാൻ ചൊല്ലിയിട്ടുള്ളതാ, അങ്ങനല്ലേ? അങ്ങനെ തന്നെ ഭക്തിയോടെ. അപ്പൊ ഇത് ഭക്തിയോടെ കൈകാര്യം ചെയ്യേണ്ടത്, വിശേഷിച്ച് ദൈവത്തിന്റെ വചനം. അവിടെ നമുക്ക് ആ വിഷയം വിടാം. അപ്പോൾ ഇതെന്തുവാന്ന് ചോദിച്ചാൽ ദൈവത്തിന് മഹത്വം. മരണം വരെ പോരാട്ടമുണ്ട്. കാരണം ഈ ജഡത്തിന്റെ ശക്തി മരണം വരെയുണ്ട്. ഇത് പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമായ ശരീരം, പഞ്ചേന്ദ്രിയ തന്നെയല്ല പഞ്ചഭൂതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാ. അപ്പൊ അതുകൊണ്ട് ആഗ്രഹം, മോഹം, അഭിലാഷം അല്ലെങ്കിൽ തൃഷ്ണ, ഇതൊക്കെ ഉണ്ട് ഈ ശരീരമേ. ജഡം എന്ത് കണ്ടാലും അതിനോടൊക്കെ വലിയ താല്പര്യമാണ്. അതാ ഞാനിപ്പോൾ പറഞ്ഞ ബൈബിളിലിരിക്കുമ്പം ചിലർ ആരാധിക്കുന്നുണ്ടെ ചോദിക്കും, വെളിയിൽ നിന്നാന്നോ? പിന്നെ അടുക്കളയിൽ മൊബൈൽ ഉണ്ടാക്കുമോ? അങ്ങനെ ആഗ്രഹമാണ്. അപ്പൊ ഈ കുറ്റമല്ല ഈ പറയുന്നത്, ജഡം അതാ. അതുകൊണ്ട് ഇതിന്റെ പോരാട്ടം മരണം വരെയുണ്ട്. ഈ ജഡത്തിന് ഒത്തിരി ആഗ്രഹമുണ്ട്. സാറൊരിക്കലും ഒരു പ്രയോഗം കൊടുത്തു, ഈ ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരം. ചങ്ങല ഭയങ്കരമാ, അതിലും ഭയങ്കരമാ ആശച്ചങ്ങല.
അതുകൊണ്ടല്ലേ നമ്മൾ ഇടയ്ക്ക് ഒരു പാട്ട് പാടുകയല്ലേ, ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ പാട്. മിക്കവാറും ലഭിക്കും ഈ പരുവത്തിനാണെങ്കിൽ, പൊരുളും ലഭിക്കും. ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആശ വെച്ച പന്തയ പൊരുൾ ലഭിച്ചിട പാരം പാപം ഓടി ഓട്ടം തികയ്ക്കാം. പാരം പാപം തള്ളി ലക്ഷ്യമോക്കി നേരെ മുന്നോട്ടോടി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. ഇപ്പോൾ അപ്പൊ ശ്രദ്ധിക്കുക, ഈ വടികളുണ്ടാക്കുന്ന ശക്തികൾ, പോരാട്ടങ്ങൾ, ഒന്ന് അമാലേക്കിന്റെ പോരാട്ടങ്ങളാണ്. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ കാണിക്കുന്നു. അതെന്താ? എന്നുവരെ കാണും? മരണം വരെ കാണും. കാരണം ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. നമ്മുടെ ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്, അതിപ്പോഴൊന്നും നടക്കത്തില്ല. യേശു ക്രിസ്തു വീണ്ടും വരും, കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മൃതിയടഞ്ഞ വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. അന്നൊരു വിടുതലും കിട്ടും. അപ്പൊ അതുവരെയും ഈ ജഡത്തിന് ഒത്തിരി ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അതാണ് മുമ്പേ സൂചിപ്പിച്ചത്, ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരമാണ്, വലിയ ആഗ്രഹമായതിന്. അപ്പൊ ഈ ജഡത്തിന്റെ പോരാട്ടം മരണം വരെ. അതാ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ആ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി വായിച്ചു സഹായിച്ചാട്ടെ. പുറപ്പാട് 17-16. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ടെന്ന് യഹോവയ്ക്ക് അമാലേക്കിനോട് യുദ്ധമുണ്ടെന്ന. അവൻ വേറെ പുസ്തകം വായിക്കുന്നത് ധ്യാനിക്കുന്നവർക്ക് സംശയം ഉദിക്കും, യഹോവയ്ക്കല്ലേ യുദ്ധം? നമുക്കല്ല. പണ്ട് ആരോ പറഞ്ഞ പോലെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയതിന് കോടഞ്ചേരിക്കാരൻ എന്നാന്ന്. അല്ല, ന്യായമായ ചോദ്യമല്ലേ, ചിന്തയാ. യഹോവയ്ക്ക് യുദ്ധമുണ്ടെന്നാ, അതിന് നമുക്കെന്നാ? യഹോവയ്ക്ക് യുദ്ധമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് യുദ്ധമുണ്ടെന്നാ. തെളിവ്, ഒരു തെളിവ്, ഒത്തിരി ഉണ്ട്. ഒരു തെളിവ്, നിങ്ങൾ പാമ്പാടിക്കാർക്കൊക്കെ നല്ല വചനത്തിൽ തിട്ടമുള്ളവരും പരിജ്ഞാനമുള്ളവരുമാ. പണ്ട് ഈ ദാവീദ് രാജാവിന് കഷ്ടതയും ദാരിദ്ര്യവും ഒക്കെ വന്ന് സംഭവിച്ച സമയത്ത് കൂടെയുള്ളവരെല്ലാം കടമുള്ളവരും ഞെരുക്കമുള്ളവരും തന്തുട്ടിയില്ലാത്തവരെല്ലാം പരുവക്കേടുകാരാ. പരുവക്കേടുകാരെല്ലാം കൂടെ കൂടിയൊരു ഒരു കൂടി വരവ്. അതാ നല്ലത്, സഭയെന്നൊന്നും പറയണ്ട. അപ്പൊ ഇവര് മരുഭൂമിയിൽ ഇങ്ങനെ കാട്ടാട്ടിപ്പാറയിലും അതുല്യായ്മയിലും ഏൻ ഗതിയിലും പാറാൻ മരുഭൂമിയിലും ഒക്കെ ഇങ്ങനെ ഏൻ ഗതിയിലും ഒക്കെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഒരിക്കൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ ദാവീദ് കൂടെയുള്ളവരോട് പറഞ്ഞു, പിന്നെ ഇവിടെ അടുത്ത് എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, മാമോമിയൻ, അവന് കർമ്മേലിലെ, അങ്ങോട്ട് ചെല്ലണം. ഞാൻ പറഞ്ഞാൽ മതി, എന്തെങ്കിലുമൊക്കെ തരും, കാശുള്ളവനാന്ന് പറഞ്ഞു. ഇത് വശന്നെല്ലാം പ്രാണം തല്ലി കിടക്കുന്ന കേട്ട പാതി എടുത്ത് ഓടി. എന്നാൽ കുറച്ചുകൂടെ വിശദീകരണം ചോദിച്ചു വേണ്ടേ പോകാൻ. ഓടി അവിടെ ചെന്ന് അയാളെ കണ്ടം പറഞ്ഞു, എന്നാന്ന് ചോദിച്ചു. ഞങ്ങൾ ദാവീദിൻ്റെ എടുക്കുന്ന വരും. ദാവീദ് വിട്ടതാ. ഏത് ദാവീദ്? ഇവൻ്റെ എല്ലാം ഈ പ്രകൃതി കണ്ടപ്പോഴേ എനിക്കൊന്ന് അയാളെ ഇളകി എനിക്കുക. ആ നോട്ടവും തലയെ ചൊറിഞ്ഞുള്ളത് ഇപ്പോൾ പുള്ളി വെച്ച്, ഏത് ദാവീദ്? ദാവീദിനെ അറിയാൻ പറ്റേ? കിന്നരമൊക്കെ വായിക്കുന്നത്. എന്നാ കിന്നാരം? ഈ ഭൃത്യന്മാരെ ആട്ടി പുറത്താക്കി. ഒന്നാമത് ഈ വിശപ്പും ദാഹവും ഉണ്ട്, ഇവന്മാർക്ക് കിട്ടിയില്ല. അതിൻ്റെ കലിപ്പിന് ഇവിടെ വന്ന് പറഞ്ഞു, ഇയാൾ എന്തോ വലിയ ആളാണെന്നും പറഞ്ഞ് ഞങ്ങളെ വിട്ട് നിങ്ങളെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പഴയ പ്രമാണം വെച്ച് ദാവീദിന് ശുണ്ഠി കൂടി, പല്ലിന് പല്ലുമൊക്കെ ആണല്ലോ. അപ്പോൾ ശുണ്ഠി കൂടി. അപ്പം ദാവീദ് തീരുമാനിച്ചു, ഇങ്ങനെയുള്ള ഒരുത്തനെ ഇനി ഭൂമിക്ക് മേലെ വെച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ ഇവനെ വകവരുത്തുവാൻ പദ്ധതി കിട്ടപ്പോൾ ഈ നാബാലിന്റെ ഭാര്യ നല്ല മിടുമിടുക്കിയ, എന്തുവാ പേരെന്തുവാ? മേരിയെ പേര് ഉറക്കെ പറ, മൈക്കിൽ കൂടെ വല്ലതും കേൾക്കട്ടെ. വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നാബാലിന്റെ ഭാര്യ അബീഗയില്, ആ സ്ത്രീയെ പറ്റി ഒന്ന് നല്ല സൗന്ദര്യമാണ്, രണ്ട് വിവേകമുണ്ട്. ഇത് രണ്ടും കൂടെ കിട്ടുന്നത് വലിയ മഹാഭാഗ്യമാണ്. ചിലക്ക് സൗന്ദര്യമുണ്ട്, വിവേകമില്ല. വിവേകമുണ്ട്, രണ്ടും കൂടെ ഒത്തിണങ്ങി കിട്ടുന്നതൊക്കെ അതൊക്കെ വലിയ സുഹൃത്തം ചെയ്തവർക്ക്. എന്തായാലും കൊള്ളാം.
നല്ല വിവേകവും സൗന്ദര്യമുള്ള സ്ത്രീയാണ്. ഇവക്ക് മനസ്സിലായി പരുവക്കേടാണ്. ഇവള് പെട്ടെന്ന് കടുതയ്ക്ക് കോപ്പിട്ട് അത്തിപ്പഴവും ഉണക്കമുന്തിരിയെല്ലാം കൂടെ ക്രമപ്പെടുത്തി ആ കടുത വിവേകമാ കടുതയ്ക്ക് കോപ്പിട്ടതിൻ്റെ മേലിൽ വെച്ചാൽ ഇവള് നേരെ എൻ്റെ ഭാഷയാ ഷോർട്ട് കട്ട് ഇറങ്ങി. മെയിൻ റോഡേ വന്നില്ല. ഇവക്ക് മനസ്സിലായി ദാവീദ് സൂക്ഷിച്ചായി ഷോർട്ട് കട്ട് കയറി വന്ന് ഇവനെ തട്ടും. അവള് നേരെ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ അതുപോലെ തന്നെ ദാവീദ് കയറി വരിക. കണ്ട ഉടനെ ഇവള് പറയുക, യജമാനന് കുറ്റം അടിയന്റെ മേലിരിക്കട്ടെ എന്ന് പറയുക. അങ്ങേരാ പേര് പോലെ തന്നെ ഒരു ഗുണം വരാത്തവനാ. നാവാലെന്നല്ലയോ അവൻ്റെ. എൻ്റെ ഇതിന് സാറേ ഞാൻ എത്ര കൊല്ലം കൊണ്ട് അതുകൊണ്ട് കുറ്റം അടിയന്റെ മേലിരിക്കട്ടെ. എന്നിട്ട് ഈ സ്ത്രീ പറയുന്ന ഒരു പദമുണ്ട്, അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ബാക്കി ഭാഗമൊന്നും നമ്മുടെ വിഷയമല്ല. എന്നിട്ട് പറയാ ഇതങ്ങ് സ്വീകരിക്കണം. എന്നിട്ട് പറയാ, യഹോവയുടെ യുദ്ധങ്ങളെ അല്ലയോ യജമാനൻ നടത്തി വരുന്നത്. മേരിക്കുട്ടി വാക്യം കണ്ടോ? വായിക്ക്. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. ഒരു ഗൃഹം പണിയും. പിന്നെ യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. അപ്പം ദൈവത്തിന്റെ യുദ്ധമെല്ലാം നടത്തുന്നത് ദൈവത്തിന്റെ ദാസന്മാരാ. എന്നാൽ ഒരു സ്ഥലത്ത് ദൈവം നേരിട്ടിറങ്ങി യുദ്ധം ചെയ്തിട്ടുമുണ്ട്. ഒരു സ്ഥലത്ത് മറ്റേതൊക്കെ ദൂതനെ വിടുകയോ ദൈവത്തിന്റെ ദാസന്മാരെ കൊണ്ട് യുദ്ധം അങ്ങ് ജയിപ്പിക്കുന്നതാ. എന്നാൽ ഒരു സ്ഥലത്ത് ദൈവം നേരിട്ടിറങ്ങി. അത് ന്യായാധിപന്മാർ 5 അവിടെ ഒരു പദമുണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവയും ഇറങ്ങി വന്നെന്ന്. വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ചു. അവിടെ അതിന്റെ സംക്ഷിപ്ത വിവരണം. അനാത്തിൻ പുത്രനായ ശങ്കരൻ നാളിലും യായേലും കാലത്തും പാറകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടെ നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേക്കുന്ന വരെ ഇസ്രയേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന ആൾ വരെ നായകന്മാർ ഇസ്രയേലി ശേഷമില്ലവർ നൂതനദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. ഇസ്രയേലിന്റെ 40,000 മധ്യേ പരിചയം കണ്ടില്ല, കുന്തവും കണ്ടില്ല. അടുത്ത വാക്യമായിര്, എന്റെ ഹൃദയം ഇസ്രയേൽ നായകന്മാരോട് പറ്റുന്നു ജനത്തിലെ സ്വമേധ സേവകരെ. ഇനി എല്ലാം വായിക്കട്ടെ. 13 മുതൽ വായിര്. അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിത്തവും പടജനവും എനിക്കായിട്ട് ഇറങ്ങി വന്നു. അടുത്ത വാക്യം, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. അതിടയ്ക്ക് കയറി പറയാം, താബോർ മലയുടെ മുകളിൽ നഫ്താലിയുടെ ശെബുലൂന്റെയും 10,000 പേരുമായി പ്രവാചക ദെബോരയും അവൻ ബാരാക്കും കൂടെ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ താഴ്വരയിൽ ദൈവം ഇറങ്ങി വന്നു. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം ചായിക്കുമെന്ന് അത് വിശ്വസിക്കുന്നവർ, അനുഭവിക്കുന്നവർ അല്ല, മുൻകാലങ്ങളിൽ അനുഭവിച്ചവർ അടങ്ങിയിരിക്കാൻ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത വീരന്മാരുടെ മധ്യേ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാ. അതുകൊണ്ട് ആരേലും വല്ല ഓലപ്പടക്കം ഓലപ്പാമ്പ് വിട്ട് മേടിച്ചാൽ ദൈവമക്കൾ മേടിക്കരുത്. നീ മുട്ടയിലങ്ങോട്ടിരിക്കണം, മുടങ്കാലും മേലിരിക്കണം. നീ ഇരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന്. അതന്നെ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാ. ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ ഇടയിലോട്ട് ദൈവം വരും. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരും. നിന്റെ തലമുറകളുടെ അടുക്കൽ ഇറങ്ങി വരും. നീ പേർക്കുന്ന ദേശത്ത് ഇറങ്ങി വരും. നീ ആരാധിക്കുന്ന ആലയത്തിൽ വരുമെന്ന്. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഈ പുറകിലിരിക്കുന്നവരോടും ഒക്കെ ദൈവം ഇടപെടുകയാ. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ആട്ടെ, ഞാൻ സമയം എന്തുവായി? വാച്ച് ഇങ്ങോട്ടൊന്നും വെക്കില്ലെങ്കിൽ ഞാൻ അങ്ങ് നിൽക്കും. ഒരു വാച്ച് താ. കറക്റ്റ് ആയിരിക്കണം തരുന്നത്. ഇതിലിപ്പോൾ 9:30 കഴിഞ്ഞു. കറക്റ്റ് ആണേ? പെട്ടെന്ന് നിർത്താം. അപ്പൊ
അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സ്ത്രീ അബീഗയിൽ പറയുക, യഹോവയുടെ യുദ്ധങ്ങളെ അല്ലയോ യജമാനൻ. അപ്പൊ ദൈവത്തിന്റെ യുദ്ധം നടത്തുക. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ പുറപ്പാട് 17-16 യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ യുദ്ധമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് യുദ്ധമുണ്ടെന്നാ. അത് മരണം വരെ യുദ്ധം. അപ്പൊ ജഡത്തിന്റെ പോരാട്ടം മരണം വരെ ഓടിച്ചു പോകാം. അപ്പൊ ശ്രദ്ധിക്കുക, വഴിയിലുണ്ടാകുന്ന പോരാട്ടം, വഴിയിൽ വന്ന പോരാട്ടമാണ് അമാലേക്ക്. അമാലേക്ക് എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്ന് വരെയുണ്ട്, മരണം വരെ. ഇനി എവിടെ വെച്ചാ വന്നത്? പുറപ്പാട് 17:8. എവിടെ വെച്ച് വന്നു? പുറപ്പാട് 17:8. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. രഫീദീമിൽ വെച്ച് വന്ന് ഓടിച്ചു പോകുകയാ. ഇനി എതിലേക്കൂടാ വന്നത്? ആവർത്തനം 25:17. പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്. അവൻ ദൈവത്തെ ഭയപ്പെടാനോ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ച് നടന്നിരിക്കുമ്പോൾ, അടുത്ത പദം, നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെ. അരുൺ അല്ലേ ദൈവദാസൻ? അപ്പൊ അമലിലേക്ക് വന്ന എതിലേക്കൂടാ? മൈക്ക് കൂടെ പറ. പിന്നിലൂടെ. പിറകിൽ കൂടാ വന്നേ. അപ്പൊ ഒന്നാമത്തെ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്നുവരെയുണ്ട്, മരണം വരെ. എവിടെ വെച്ച് വന്നു? രഫീദീമിൽ വെച്ച്. എതിലേക്കൂടെ വന്നു? പുറകിൽ കൂടെ. അതിനെ ഈ പുറകിൽ കൂടെ വരാൻ കാര്യം പറയാം. പുറകിൽ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്, ക്ഷീണിച്ചും. ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമല്ല. ആ പാവത്തങ്ങൾ സീറ്റൊന്നുമില്ലാതെ പോയി എത്ര നേരം ഇരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ എന്നെ കേട്ട് എഴുന്നേറ്റ് പോകരുതേ. അപ്പോൾ പിറകിൽ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ളവരാ ക്ഷീണിച്ചും തളർന്നു പോയി വരെ. ചില സഭയിലൊക്കെ ചിലർ പുറകിലേ ഇരിക്കൂ. മുന്നിൽ എത്ര ഉണ്ടെങ്കിലും മുന്നോട്ട് കയറി ഇരിക്കുകയല്ല. പിന്നെ ചിലർ നല്ല മനുഷ്യരാ, നേരത്തെ വന്നാലും പുറകിലേ ഇരിക്കുള്ളൂ. പിന്നെ ഒരു ഗുണം ചെയ്യും, വരുന്നവരെ കയറ്റി വിടും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അത് നല്ല കാര്യമാണ്, കയറ്റി വിടുന്നുണ്ടല്ലോ. ചിലത് അതുമില്ല. അപ്പൊ ഈ പിറകിൽ കുറെ ആൾക്കാരുണ്ട്, ക്ഷീണിച്ചും തളർന്നും പോയവരാ. അടുത്തത്, ഈ ക്ഷീണിക്കാനും തളരാനും കാര്യമല്ല, ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. നല്ല ഭക്ഷണമാ കൊടുത്തത്. എന്തുവാ? മന്ന. ശക്തിമാന്മാരുടെ അപ്പം കൊടുത്തന്നാ മന്ന. 3 സ്ഥലത്താ മന്നയെ പറ്റി എടുത്തേക്കുന്ന. വായിച്ചേ, പുറപ്പാട് 16:31, സംഖ്യ 21:4, സംഖ്യ 11:8. വായിരേ. പുറപ്പാട് 16:31. താഴെ മറിക്കുമ്പോ ഇടത്ത് വശത്ത് മേളിൽ വായിരേ. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടത് കൊത്തമ്പാലിന് പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും. അപ്പോൾ പ്രാരംഭത്തിൽ ഈ മന്ന കടിച്ചപ്പോ ടേസ്റ്റ് തേൻ ചേർത്ത ദോശ. ഇനി സംഖ്യ 11:8. ജനം നടന്നു പെറുക്കി തിരിക്കല്ലിൽ പൊടിച്ചിട്ടോ. ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്ത ദോശ. ഇനി സംഖ്യ 21:4. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? അടുത്തത്, ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. അടുത്ത പദം, ഈ സാരമില്ലാത്ത ആഹാരം. എങ്ങനെയുണ്ട്? മന്നയെ പറ്റി 3 പ്രയോഗമാ. 1 തേൻ ചേർത്ത ദോശ, 2 എണ്ണ ചേർത്ത ദോശ. ഇപ്പൊ പറയാ സാരമില്ലാത്ത. എങ്ങനെയുണ്ട്? ഒരു കാര്യം പറയാം, മന്നയ്ക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പം എനിക്കും നിനക്കുവാ. മന്നയ്ക്ക് എന്നാ കുഴപ്പം? മന്ന യേശുക്രിസ്തുവിനും വചനത്തിനും നടല. മന്ന, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കറിയാം വചനം മന്ന ഉയരത്തിൽ നിന്ന് വന്നതാ. അതിനെന്തോ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. ഇത് ശക്തിമാന്മാരുടെ അപ്പമാ, മല്ലന്മാരുടെ ഭോജനമാ, ശ്രേഷ്ഠന്മാരുടെ ദൂതന്മാർക്ക് ദൈവം കൊടുത്ത ബ്രെഡായിരുന്നെന്നാ പറയുന്ന മന്ന. ആ മന്നയൊക്കെ കഴിച്ചു വെച്ച് ദൂതനിഞ്ഞോണ്ട് ഒറ്റയടി 1,85,000 നമ്മൾ കഴിച്ചു വെച്ചിരിക്കുന്ന കണ്ടാ ദൈവമേ. ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ആംബുലൻസ് വിളിക്കാൻ തോന്നുന്നു. ഇരിപ്പ് കണ്ട ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് നല്ല കടുപ്പമുള്ളൊരു ചായ കൊടുക്കാൻ തോന്നുന്നുണ്ട്. വയ്യ ആട്ടെ, അങ്ങനെയും ഇരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഈ മന്ന കടിച്ചവനെ കണ്ടാൽ അറിയാം. പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ, പിന്നീട് എണ്ണ ചേർത്ത ദോശ. ഒടുവിൽ പറയാ സാരമില്ലാത്ത ആകാരം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇത് നല്ല ഭോജനമാ.
ശക്തിമാന്മാരുടെ അപ്പം. രാവിലെ അപ്പം, വൈകുന്നേരം ഇറച്ചിക്ക് ഇവർ ബഹളമുണ്ടാക്കി. ഇറച്ചി തന്നില്ലേ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു മോശയോട്. മോശ കിടകിട പറച്ചു പറഞ്ഞ് ഞാൻ അന്നേ പറഞ്ഞതാ സഭാ ചാർജ് വേണ്ടെന്ന്. അന്നേരം പറഞ്ഞ് ഞാനുണ്ട്, വടിയുണ്ട്, കൂട്ടിന് അകരോനുണ്ട്, കൂടെ തല മേരിയുണ്ട്, മിരിയാം. ഇപ്പം മിരിയാമും ഇല്ല, അകരോനും ഇല്ല, വടിയില്ല, കൂടെയില്ല. ഞാൻ കിടന്ന് കഷായിക്കുക. ദൈവം ചോദിച്ചാൽ എന്നാന്നോ ഇറച്ചി കൊടുത്തില്ലേ കൊല്ലുമെന്നാ പറഞ്ഞത്. ദൈവം ചോദിച്ചാൽ ആര് പറഞ്ഞു? അവർ കമ്മിറ്റി ഇന്നലെ കൂടി അർജന്റ് തീരുമാനിച്ചു. കമ്മിറ്റിയിലുണ്ടെന്ന ബേബിയും ജോർജ് കുട്ടിയും കൂടെ തീരുമാനം. അവരാ കൈ പൊക്കിയത് തട്ടിയേക്കാൻ. ഇന്നലെ ഏകകണ്ഠമായിട്ട് അവർ മിനിറ്റ്സിനകത്ത് കയറ്റി തട്ടിയേക്കാൻ. തമ്പുരാൻ പറഞ്ഞേട്ടാ പൊട്ടാ, നീ പൊട്ടത്തരമൊക്കെ വിളിച്ച് പറയാം, അവരാരും നിന്നെ കൊല്ലുകയല്ല. പിന്നെ ഇയാൾക്കങ്ങ് മേളിയിരുന്ന് പറഞ്ഞാൽ മതി, ഞാനാ തറയാൻ നിൽക്കുന്നത്. തമ്പുരാൻ പറഞ്ഞാൽ ഞാൻ മേളിൽ ഇരുന്നാൽ മതി, കാര്യമൊക്കെ ഞാൻ നടത്തിക്കോളാം, അവരാരും നിന്നെ തൊടുകയല്ല. ഇല്ല, അവർ കൊല്ലുമെന്ന് പറഞ്ഞു. എടാ പൊട്ടാ, അവരാരും നിന്നെ കൊല്ലത്തില്ല, നിന്റെ ഡെഡ് ബോഡി പോലും ഞാൻ ഇവന്മാരെ കാണിക്കുകയല്ല. ഇവന് ഒറ്റയൊരുത്തനെ അനുശോചനം പറയാനോ ബൊക്കയും തള്ളിക്കൊണ്ട് വരാനോ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്തില്ല. അത് കൊണ്ടുവരിക. എന്നിട്ട് നെഞ്ചത്ത്, നീ ജീവിച്ചിരുന്നപ്പോൾ അവൻ്റെ നെഞ്ചത്ത് കയറിയവനാ. അമ്പരാൻ പറഞ്ഞു ഇവന് ഒറ്റയോരത്തിനെ പൊക്ക വെക്കാനോ അനുശോചനം പറയാനോ ഒരെണ്ണത്തിന് ഞാൻ സ്തോത്ര പാര വെച്ചവനെല്ലാം കൂടെ വന്ന് അനുശോചനം പറഞ്ഞിട്ട് എന്നെ എടുക്കാനാ. ഈ വെച്ച കാലത്ത് ടോർപ്പുട വെച്ച് അത്ത് വടിക്കുമ്പോൾ ചൈനി ഉറുക്കുമ്പോൾ മിണ്ടിപ്പോകരുത് നീ. എൻ്റെ അരിച്ചായൻ ജീവിച്ചിരിക്കുമ്പോൾ മാന്യമായിട്ടും മര്യാദയ്ക്ക് വടപടണം. അല്ല ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ദോഷമെല്ലാം ഒപ്പിച്ച അത്ത് കഴിയുമ്പോൾ മുതലക്കണ്ണീർ ഒഴിക്കും. ചെല്ലു കണ്ടില്ല കർത്താവിൻ്റെ ഇവനാ വലിയ ടോർപ്പുട വെച്ചവനാ. എന്നുവെച്ചാൽ അവൻ ഇതിൻ്റെ കുന്തത്തിൻ്റെ മുന്നിൽ, ഇതിൻ്റെ വീഡിയോയുടെ മുന്നിൽ ചിലടത്ത് ഡെഡ് ബോഡി എടുക്കാൻ നേരത്ത് പൊത്തോന്ന് താഴെ, ചുമ്മാനാ നമ്മുടെ വെള്ളം കൂടെ വെള്ളം. കുറച്ച് കഴിയുമ്പോൾ അവള് വണ്ണം തിന്നോണ്ട് അവിടെ നിൽക്കുന്ന കാണും, ഒരു വണ്ണൂടെ തരാം. ഇതായാലും ചുമ്മാ മെനക്കേടാന്നിതല്ല, മെനക്കേടാ ഇതെല്ലാം, ചുമ്മാ മെനക്കേടെല്ലാം. എടാ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം, ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഇടപെടണം. മരിച്ചു കഴിഞ്ഞൊന്നും ചെയ്ത് മോശയോട് ദൈവം പറഞ്ഞു ഇവരാരും നിന്നെ കാണത്തില്ല, നിന്നെ ഞാനാ അടക്കുന്നത്. പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ആണല്ലോ, ദൈവം അടക്കിയെന്ന്. തമ്പുരാൻ പറഞ്ഞു നിന്നെ അവരാരും കൊല്ലത്തില്ല. ഇല്ല കൊല്ലുമെന്നാ പറഞ്ഞ്. എടാ കൊല്ലത്തില്ല, അതെ കൊല്ലുമെന്ന് പറയാൻ കാര്യമെന്നാ, ഇറച്ചി കൊടുത്തില്ലേ, അതാണോ വലിയ വിഷയം? പിന്നെ അത് വിഷയമല്ലയോ? ഒന്ന് തമ്പുരാൻ പറഞ്ഞ അത് നിസ്സാര കാര്യമാ. മോശ പറയാ നിനക്ക് നിസ്സാരമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ, ഞാൻ ഇറച്ചി കൊടുക്കുമെന്ന്. എടേ ഇറച്ചി ഞാൻ കൊടുക്കുമെന്ന്. ഉടനെ മോശ തമാശ പറയരുത് കേട്ടോ. അയന്നെ എന്തും വേണ്ട ആളുണ്ടെന്നും പറഞ്ഞ കാലാള് തന്നെ 6 ലക്ഷം, പിന്നെ പെണ്ണും പടക്കോടിയും പിള്ളേരും പിറങ്ങണിയും എല്ലാം കൂടെ ഒരു 30 ലക്ഷത്തിൽ കൂടെ വരും. ഇമ്മ കൊടുക്കുമെന്ന് കയറി പറഞ്ഞേച്ച് ഇതുങ്ങളൊക്കെ ആണെങ്കിൽ ഉപവസിക്കുമ്പം ജീരകവെള്ളം കുടിച്ചാൽ ഇത് കഴിയുമ്പം നല്ല പിടിപിടിക്കുന്ന നല്ല പോളിങ്ങാ. ഇപ്പം ഉപവസിക്കുമ്പം അപ്പോ ഇങ്ങനെ ഇത് കഴിയുമ്പം നല്ല പെരുക്കുന്ന, പിന്നെ 15 പൊറോട്ട വരെ തിന്നവന്മാരും അതിനടുത്തൊക്കെ കൂട്ടാൻ പിന്നെയും കൊണ്ടുപോകാ കണ്ടിട്ടേക്ക് പിള്ളേരിക്കും പോലെ. അതുകൊണ്ട് കൊടുത്തില്ലെന്നുള്ള കിട്ടാതെ വന്നാൽ എന്നെയും തട്ട് നിന്നെയും അവർ. തമ്പുരാൻ പറഞ്ഞടാ 6 ലക്ഷമല്ല 60 ലക്ഷമുണ്ടെങ്കിലും ഞാൻ കൊടുക്കും. അല്ല 6 ലക്ഷമല്ല 60 ലക്ഷമല്ല 100 ലക്ഷം ജനമുണ്ടെങ്കിലും കൊടുക്കാൻ ഞാൻ കഴിവുള്ള ദൈവമാ. ദൈവം ചോദിക്കുക എന്റെ കൈ കുറുകി പോയിട്ടുണ്ടോ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാ. ഇവിടുത്തെ പല കരങ്ങളും വലിച്ചു കളയുമ്പോഴും നിനക്ക് വേണ്ടി നീട്ടുന്നൊരു കരമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്ക്. ദൈവം പറഞ്ഞ് ഞാൻ കൊടുക്കും, എന്റെ കൈ കുറുകിയോ? ഉടനെ മോശം ചോദിക്കുക എല്ലാവർക്കും കൊടുക്കുമോന്ന്. തമ്പുരാൻ പറഞ്ഞു കൊടുക്കുക, എനിക്ക് മുഖപക്ഷമൊന്നുമില്ല. അതിൽ ഉറങ്ങുന്നവരുണ്ട്, കൊടുത്തവർ ഇവിടെ വന്നിരുന്നല്ലേ ഉറങ്ങുന്ന, വലിയ കാര്യം. അതൊക്കെ ഒരു പ്രത്യേക അനുഗ്രഹമായി. ഇത്രയും യോഗത്തിൻ്റെ മധ്യത്തിലിരുന്ന് പിന്നെ അതൊക്കെ സുഹൃതം ചെയ്തവർക്കേ ഒക്കൂ. ഞങ്ങൾക്കൊരു തള്ളയുണ്ട്, വായും പൊളിച്ചാണ് ഉറങ്ങുന്നത്.
ഞാൻ ഉറങ്ങുകയാണ്, കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാ അതിലൊക്കെ. അപ്പൊ തമ്പുരാൻ പറഞ്ഞു കൊടുക്ക്, ഉറങ്ങുന്നവനൊന്നും കൊടുത്തതിനകത്ത് വന്നതല്ലേ. സ്വോത്രം പറയാത്തവനുണ്ട്, അവന് ഇച്ചിരി ഏറെ കൊടുത്തേര്, എല്ലാവർക്കും കൊടുക്ക്. ഉടനെ മോശ ചോദിക്കുക, എങ്ങനെയാ കൊടുക്കുന്നേ? തമ്പുരാൻ പറഞ്ഞ അതൊക്കെ എനിക്ക് വഴിയുണ്ട്, നീ അങ്ങ് സ്വോത്രം ചെയ്താൽ മതി. എങ്ങനെയാണൊന്നും നീ ചിന്തിക്കണ്ട, ഏത് വിധത്തിലാണെന്നൊന്നും ഇന്ന് രാത്രി ആരും ചിന്തിക്കണ്ട. 1000 വഴി ദൈവത്തിനുണ്ട്. ഇന്ന് രാത്രി നീ അത് ചിന്തിച്ച് ഭാരപ്പെടുകയൊന്നും വേണ്ട. 1000 വഴി ദൈവത്തിനുണ്ടെന്ന്. പാറമേൽ സർപ്പത്തിന്റെ വഴി നിനക്കറിയാമോ? കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മഹാനഗരത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാമോ? ആമൻ, അതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ആമൻ, സ്തോത്രം. മനഗർഭത്തെ നിനക്കറിയാമോ? ഇതിന്റെ വകുപ്പ് നിനക്കറിയാമോ? നമുക്കറിയാത്ത എന്തെല്ലാം കാര്യമുണ്ട്. 1000 വഴി ദൈവത്തിനുണ്ട്. ദൈവം പറഞ്ഞ് ഞാൻ കൊടുക്കും. ഉടനെ മോശ ചോദിക്കാം, അടുത്ത കാലത്ത് വല്ലതും കൊടുക്കുമോന്ന്? തമ്പുരാൻ പറഞ്ഞ് നാളെ തന്നെ കൊടുക്കും. ഉടനെ ചോദിക്കാം, ഒരു നേരത്തേക്കാണോ എന്ന്? തമ്പുരാൻ പറഞ്ഞ് എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ പറയും, എടാ പൊട്ടത്തരം പറയാതടാ, ഒരു നേരം കൊടുത്താൽ എനിക്ക് ക്ഷീണമാ, ഞാൻ ദൈവമാ. അപ്പൊ ദൈവം എന്നാ പറഞ്ഞ വായിച്ചേ? സംഖ്യാപുസ്തകം 11:18 വായിച്ചേ. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിച്ചേ. നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, എന്നാൽ നിങ്ങൾ ഇറച്ചി തരും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ യഹോവ കേൾക്ക്. മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. പിന്നെ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസം മുഴുവൻ. മതി പോരെ. ഒരു നേരം ചോദിച്ചപ്പോ തമ്പുരാൻ പറയാ, എടാ 1 അല്ല 2 അല്ല 5 അല്ല 10 അല്ല 20 അല്ല, ഒരു മാസം മുഴുവൻ. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ, ഞരക്കത്തോടെ, മനോദുഃഖത്തോടെ ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വസിച്ചെന്ന് സ്തോത്രം ചെയ്ത്, ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന രാത്രിയാ. അടയ്ക്കപ്പെട്ട വഴികളെ ഇന്ന് രാത്രി ദൈവം തുറക്കും. അല്ലാൽ ഹുയ്യ. ഓടിച്ചു നിർത്തുക. അപ്പൊ രാവിലെ അപ്പം കൊടുത്തു, വൈകുന്നേരം ഇറച്ചിയും കൊടുത്തു. മാത്രമാണോ? അടിക്കപ്പെട്ട പാറയുന്ന ശുദ്ധവെള്ളം. അപ്പൊ ക്ഷീണിക്കാൻ കാര്യം ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. നമ്മുടെ വിഷയം വിട്ടു പോകരുത്. വഴിയിൽ വെച്ച് നശിക്കരുത്. വഴിയിൽ നശിപ്പിക്കുന്ന പോരാട്ടം. 1-ാമത്തെ പോരാട്ടമാണ് അമാലേക്കിന്റെ പോരാട്ടം. എന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്നുവരെയുണ്ട് മരണം വരെ. എവിടെ വെച്ച് തുടങ്ങി? രഫീദീമിൽ വെച്ച്. എതിലേക്കൂടെ വന്ന് പുറകിൽ കൂടെ വരാൻ കാര്യം എന്നാ? ക്ഷീണിച്ചും തളർന്നും പോയവര് പുറകിലുണ്ട്. ക്ഷീണിക്കാനും തളരാനും കാര്യം എന്നായി ചിന്തിച്ചു വന്നത്. ക്ഷീണിക്കാനും തളരാനും കാരണം ഇറച്ചിയില്ലാഞ്ഞിട്ടല്ല, അപ്പമില്ലാഞ്ഞിട്ടല്ല, വെള്ളമില്ലാഞ്ഞിട്ടല്ല. പിന്നെന്താ ക്ഷീണിക്കാൻ കാര്യം? ക്ഷീണിക്കാൻ ധാരാളം കാര്യമുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യം പറയാം. ഈ രഫീദീമിൽ വന്നപ്പോൾ കുടിക്കാൻ വെള്ളമില്ല. വെള്ളം കിട്ടാതെ വന്ന ഉടനെ ഇവർ വഴക്കുണ്ടാക്കി. കലകിച്ചെന്ന വഴക്ക്. അതാണല്ലോ വഴക്ക്. ഈ ദൈവം തമ്പുരാൻ നമ്മളെ നടത്തിയ വിധം ഓർത്താ വഴക്കുണ്ടാക്കരുത്. വിശേഷിച്ച് ക്രിസ്ത്യാനികളെ, വിശേഷിച്ച് ബെന്തിക്കോസുകാര് വഴക്കുണ്ടാക്കരുത്. ഇതൊന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അങ്ങ് ആലപ്പുറയും ബഹളവും പൂക്കാറും. ഒരു സഭയിലാ കൂടുന്ന, ചിലർ മിണ്ടുകയല്ല. ഒരു സംഘടനയല്ല, തമ്മി കൊമ്പ. എന്നുവെച്ചാൽ പറയും, ആ തീ കത്തട്ടെ, നിന്റെയൊക്കെ ഈ തലയിലിടുത്തി വീഴും. ആ തീ കത്തട്ടെന്ന് എഴുതി. തമ്മി മിണ്ടത്തില്ല, കൈ കൊടുക്കുകയല്ല, യോജിപ്പില്ല, സ്നേഹിക്കത്തില്ല. എന്നുവെച്ചാൽ പറയാ തീ കത്തിക്കും. എടാ, കയ്പിന്റെ വേര് പോലും മുളയ്ക്കരുത്. പ്രമാണമായി പറഞ്ഞു തരുന്നേ. അഥവാ ഒരു അലോക്യമോ അഭിപ്രായ വ്യത്യാസമാണ്, നമ്മൾ അങ്ങ് മിണ്ടാതിരുന്നേക്കണം. ചിലപ്പോ അവര് പറയും തോക്കുന്ന നല്ലതല്ലേ, അല്ലെ അവര് പറയും പേടിച്ചെന്ന. ഇച്ചിരി പേടിയൊക്കെ നല്ലതാണ്. പിള്ളേരുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ അവര് പറയും ഷെഡി കയറി. ഇച്ചിരി നാൾ ഷെഡി ഇരിക്കുന്നത്, പിന്നെ എന്നും അങ്ങ് പരപ്പുറത്തിരുന്നാലോ.
ചിലതൊക്കെ അനുഭവത്തിൽ നിന്നും കൂടെ ആയി പറയാന്നെ. നീ ചിലയിടത്ത് തോക്കുന്ന നല്ലതാ, ചിലയിടത്ത് മിണ്ടാതിരിക്കുന്ന നല്ലതാ, ചിലയിടങ്ങളിൽ പേടിക്കുന്നത് നല്ലതാ, ചില നാളുകളെ ഷെഡിലിരിക്കുന്നതും നല്ലതാ. ആമേൻ. പുതുക്കി ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരും. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, കടുകനെ പോലെ പുതുക്കി നിന്നെ ദൈവം വെളിയിൽ കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, അലോഗ്യം ഉണ്ടാക്കാൻ പോകരുത്. അങ്ങനെ അവസരം വന്നാൽ നീ അങ്ങ് ഒഴിഞ്ഞു മാറിയേക്കണം. അങ്ങനെ ആണല്ലോ കർത്താവ് പഠിപ്പിച്ചത്. അവൻ അവിടുന്ന് വാങ്ങിപ്പോയെന്ന. സ്തോത്രം. അത് നല്ലതാ. അപ്പൊ ഇവര് രബീരിമി വന്നപ്പോൾ വഴക്കുണ്ടാക്കി. വഴക്കെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇടയിലുള്ള വഴക്ക് പോലല്ല. നമ്മുടെ ഇടയിലെ വഴക്ക് എന്നാ, വാടാ പോടാ നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്തോ കാണിക്കാനാ? അടുത്ത ആഴ്ച അവനും വരും ഇവനും വരും. ഇതാ കാണിക്കുന്നത്. ഇത്ര ഉള്ളു കാണിപ്പീര്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇവൻ കണ്ണടയ്ക്കുമ്പോൾ അവൻ നോക്കും, അവൻ കണ്ണടയ്ക്കുമ്പോൾ ഇവൻ നോക്കും. ഇതാ കാണിക്കുന്നത്. ഇവിടുത്തെ വഴക്ക് അങ്ങനല്ല. വഴക്ക് രൂക്ഷമായിട്ട് ഇവര് ദൈവത്തിന്റെ ദാസനാകുന്ന മോശയെ എറിഞ്ഞു പിടത്താൻ കരിങ്കല്ല് കയ്യിലെടുത്തു. അത്രയും വഴക്ക. ദൈവദാസനെ എറിഞ്ഞു താഴെ ഇടാൻ കരിങ്കല്ല് കയ്യിലെടുത്തു. ഇസ്രായേൽ കല്ലെടുത്തു എന്ന് എഴുതിയിട്ടില്ല, പക്ഷെ മോശയുടെ സാക്ഷ്യത്തിലുണ്ട് കല്ലെടുത്തെന്ന്. വായിച്ചേ 17:4, 17:1 മുതൽ വായിച്ചേ, 17:1 മുതൽ വായിര്. വായിക്കും. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങൾ രബീദിമിലെത്തി പാളയം ഇറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ കലഹിച്ചു പറഞ്ഞതിന് വഴക്കുണ്ടാക്കി. വഴക്ക് രൂക്ഷമാ, ചെറിയ വഴക്കല്ല. വഴക്ക് രൂക്ഷമായിട്ട് ഇവന്മാർ കരിങ്കല്ല് കയ്യിലെടുത്ത് മോശയെ എറിഞ്ഞ് തകർക്കാൻ. ഇസ്രായേൽ കല്ലെടുത്തെന്ന് എഴുതിയിട്ടില്ല, മോശയുടെ സാക്ഷ്യത്തിലുണ്ട് 17:4. ഈ ജനത്തിന് ഞാൻ എന്തോ ചെയ്യേണ്ടു? വടക്ക് രൂക്ഷമായപ്പോ മോശ ദൈവത്തോട് പറയാ, എന്റെ ദൈവമേ, ഈ ജനത്തിന് ഞാൻ എന്തോ ചെയ്യും? അവർ എന്നെ കല്ലെറിയാൻ പോകുന്നു. കണ്ടോ? ഞാൻ 2-3 ചോദ്യം ചോദിക്കാം, ഇഷ്ടമുണ്ടെ മറുപടി പറഞ്ഞാൽ മതി. പെന്തിക്കോസുകാരാകുന്ന നമുക്ക് വഴക്കുണ്ടാക്കാൻ പ്രമാണമുണ്ടോ? ഉറക്കെ പറ. ഇല്ല. അതെ, പെന്തിക്കോസ് വന്നിട്ട് എപ്പോഴേലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഉറക്കെ പറയണം. ആരായി കില്ല എന്ന് പറഞ്ഞേ? അനീഷാന്നോ? ഓട്ടോയിലാന്നോ വന്നേ? ആട്ടോ അവിടെ ഇരിക്കേ. വഴക്കുണ്ടാക്ക മരുമകളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ തള്ളേ? എടുത്ത് ഞാൻ എന്താ ഞായറാഴ്ച സഭയെ വന്ന് ഉമ്മ പട്ടി മോങ്ങും പോലെ ഇരുന്ന് ദൈവദാസനുമായിട്ട് കൊമ്പ് കോർത്തിട്ടുണ്ടോ? അയലത്തുകാരുമായിട്ട് നീ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? കയ്പിന്റെ വേര് പോലും മുളയ്ക്കരുത്. പ്രമാണമുണ്ടെന്ന്. ഇത് വടക്ക് രൂക്ഷമായിട്ട് ദൈവത്തിന്റെ ദാസനാകുന്ന മോശയെ എറിഞ്ഞു പിടത്താൻ കരിങ്കല്ല് കയ്യിലെടുത്തു. കരിങ്കല്ല്. അപ്പൊ മോശ ഈ വടക്ക് രൂക്ഷമായപ്പോൾ ജനത്തെ ഇങ്ങനെ നോക്കിയപ്പോ സകല എണ്ണത്തിന്റെയും കൈ കരിങ്കല്ല. കമ്മിറ്റിയും കൗൺസിലും സെക്രട്ടറിയും ട്രഷറും രക്ഷാധികാരി അങ്ങേർക്ക് നടക്കാൻ മേല, എന്നാലും ഒരു കൈ കരിങ്കല്ല. സകല എണ്ണത്തിന്റെയും കൈ കണ്ടേച്ച് മോശ നോക്കിയപ്പോ എല്ലാത്തിന്റെയും കൈ കരിങ്കല്ല്. അത് കണ്ടേച്ച് മോശ പറയും, എൻ്റെ ദൈവമേ, ഞാൻ എന്തോ ചെയ്യും, ഇവരെന്നെ കല്ലെറിയാൻ പോകുന്നെന്ന്. സകല എണ്ണത്തിൻ്റെ അതാ ചിലരിങ്ങനെ ഈ കണ്ടിട്ടില്ലേ, ശുപാസിഞ്ഞ് വന്നേ, ഇങ്ങോട്ട് വരാൻ പെട്ടെന്ന് വാ, സമയം പോകുന്നു, മൈക്ക് പിടിച്ചു തന്നെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലർ കൈ അടിക്കുന്നേ ഒരു കൈക്ക്? അതെന്നാ? ഈ കൈ കരിങ്കല്ല, ഇവൻ ഏകതാളത്തിൽ ഇരിക്കുക. ഒറ്റ കൈ. ഈ കൈ കരിങ്കല്ലാന്ന്. ഇവന്മാരെല്ലാം കരിങ്കല്ല് കയ്യിലെടുത്തു. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കയ്യിൽ എന്തുവാ? കരിങ്കല്ല്. എന്നെ കല്ലെറിയാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞ് പുള്ളി നല്ല ഭാഷ പറഞ്ഞു, കരിങ്കല്ല്. അത് നല്ല ഏറ്റ് കൊള്ളാം. അവൾ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇവന്മാര് കരിങ്കല്ല് കയ്യിലെടുത്തു. ഇവര് തന്നെ നേരത്തെ എന്തോ എടുത്തലാ. വായിച്ചേ, പുറപ്പാട് 15:20 അറിവുള്ള വാക്യമാ. വായിര്
പുറപ്പാട് 15:20 നേരത്തെ എന്തോ എടുത്തതാ? അഹരോന്റെ സഹോദരി മിരിയാം എന്ന മോനെ മേരിമാമയ്ക്ക് ഒരു അവസരം കൊടുക്ക. എടുത്ത് ഓങ്ങി വന്നതാ വായിക്കാൻ. വായിര്. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി. അവരുടെ ഭാഗമല്ലയോ, അപ്പൊ അവര് വായിക്കട്ടെ, മടക്കമില്ലല്ലോ. വായിരേ. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി മൈക്ക് ചേർത്ത് പിടിച്ച് വായിക്കും മേരിക്കുട്ടി. കയ്യിൽ തപ്പെടുത്തു. കയ്യിൽ തപ്പെടുത്തു. മതി. പുറപ്പാട് 15:20 തപ്പെടുത്തു. ഈ കക്ഷികൾ തന്നെ 17:4 കരിങ്കല്ല് വിടുന്നു. അപ്പൊ ഇവരെ എല്ലാത്തിനും കൊള്ളാം. തപ്പെടുക്കാനും കൊള്ളാം, അങ്ങനല്ലേ ചിലരെ. പാട്ട് പാടാനും കൊള്ളാം, പ്രാർത്ഥിക്കാനും കൊള്ളാം, പാര വെക്കാനും കൊള്ളാം, സ്വോത്രം പറയാനും കൊള്ളാം, സൂത്രം ഒപ്പിക്കാനും കൊള്ളാം, കൂട്ടായ്മയ്ക്കും കൊള്ളാം, കുന്നായ്മയ്ക്കും കൊള്ളാം, ചിലരെ ആരാധിക്കാനും കൊള്ളാം, അപവാദം പറയാനും കൊള്ളാം. പക്ഷെ ഒരു കാര്യം പറയാ, ഓരോ ഉറവിൽ കയ്പും മധുരവും പുറപ്പെടുകയല്ല. ഇന്ന് രാത്രിയിൽ നീ തികഞ്ഞ ആത്മികത്തോടെ നിലനിൽക്കണം. കരിങ്കല്ല് കയ്യിലെടുത്ത് വടക്കുണ്ടാക്കി. എല്ലാത്തിന്റെ കൈ കരിങ്കല്ല. കരിങ്കല്ല് കയ്യിലെടുത്ത് വടക്കുണ്ടാക്കിയപ്പോൾ ഓടിച്ചു പറയാം, അകത്ത മനുഷ്യൻ ക്ഷീണിച്ചു. ക്ഷീണിക്കാൻ കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, നല്ല അപ്പമല്ലേ കൊടുത്ത്, മന്ന ഇറച്ചി മൂക്കി കൂടെ ചാടുന്നത് വരെ ക്ഷീണിക്കുമോ? അടിക്കപ്പെട്ട പാറകുന്ന ശുദ്ധവെള്ളം. അപ്പോൾ ക്ഷീണിക്കാൻ കാര്യം അപ്പവും വെള്ളവും ഇറച്ചിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ക്ഷീണിക്കാനുള്ള കാര്യം ഇതാ, വഴക്കുണ്ടാക്കി. സഭയ്ക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചു. ക്ഷീണിച്ചവനെല്ലാം കൂടെ പുറകിൽ പോയി. അതെല്ലാ രംഗങ്ങളിലും അങ്ങനല്ലേ. ഈ ഗ്രൂപ്പ് കാണുമ്പോൾ അറിയാം ഇവൻ ഏത് ഗ്രൂപ്പാണ്. സഭയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന അച്ചായിമാരായ സൈഡ് ബെഞ്ചേലേ ഇരിക്കുള്ളൂ. കണ്ടിട്ട് ആരാധിക്കാത്തവരെല്ലാം കൂടെ അടുത്തടുത്തിരിക്കും. പണ്ട് ജൗളിക്കടയിലെ ഷീമാട്ടി ബൊമ്മ ഇരിക്കും പോലെ ഇങ്ങോട്ട് അനക്കമില്ല. സ്തോത്രം പറയുന്നതിനുമെല്ലാം അടുത്തിരിക്കും, ആരാധിക്കുന്നവർ അടുത്തിരിക്കും, കമ്മിറ്റി എല്ലാം അടുത്തിരിക്കും. സഭയിൽ ഉടക്കുണ്ടാക്കുന്നവർ സെല്ലിലെ കണ്ടിട്ടില്ലേ, ഉടക്കം വന്നില്ലെങ്കിൽ കസാര ഇട്ടേക്ക്, അവൻ കണ്ണ് കാണിക്കും. അവനും വരുമ്പോൾ നോക്കും, എൻ്റെ നമ്മുടെ ആളാ ഇവിടാന്ന്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം നീ ഏത് ഗ്രൂപ്പാണ്. പ്രാർത്ഥിക്കുന്നവനെല്ലാം ചേർന്നിരിക്കും, ആരാധിക്കുന്നവൻ ഒന്നിച്ചിരിക്കുമെന്ന്. ഇവർ വഴക്കുണ്ടാക്കിയപ്പോൾ അകത്ത് മനുഷ്യൻ ക്ഷീണിച്ചു. ക്ഷീണിച്ചവനെല്ലാം കൂടെ പുറകിൽ പോയി. ആ തക്കം നോക്കി അമാലേക്ക് പുറകിൽ കൂടെ കയറി വന്നു. ഞാൻ പറഞ്ഞല്ലോ, അമാലേക്കാരാ. അമാലേക്ക് ജഡത്തെ കാണിക്കുന്ന അമാലേക്കിന് വേദപുസ്തകം ഓടിച്ചു നിർത്താം. അമാലേക്കിനെ പറ്റി പഠിപ്പിക്കുന്നത് ഇവര് കൊള്ളക്കാരാ. അമാലേക്കര് ഇവര് കൊള്ളയടിക്കാൻ വരുന്നത് ഒട്ടകത്തിന്റെ പുറത്ത് കൂടാരങ്ങൾ തീർത്ത് ആ കൂടാരത്തിനകത്ത് ആ കൊള്ളയ്ക്ക് വരുന്നത്. വായിച്ചേ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിരേ. ഓടിച്ചു നിർത്താം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് ഓടിച്ചു വായിച്ചോ. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. വായിച്ചു വരുമ്പോൾ കിഴക്കേദേശക്കാരും അമാലിയക്കാരും എല്ലാം കൂടെ വന്ന് ഒട്ടകങ്ങൾ കൂടാരങ്ങളുമായിട്ട്, അങ്ങനെ ഒരു വാക്യമുണ്ട്, വായിച്ചേ. അവിടെ നിങ്ങളുടെ കൂടാരങ്ങളും ഒട്ടകങ്ങളും വായിച്ചേ. 4-ാം വാക്യമല്ലേ, 5-ാം വാക്യം. കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളിയെ പോലെ കൂട്ടമായി വരും. ശ്രദ്ധിച്ചാൽ ഇവര് കൊള്ളക്കാരാ. വെട്ടിക്കിളി വരുന്നത് പോലെ തോന്നും കൂടാരം തീർത്ത് ഒട്ടകത്തിന്റെ പുറത്ത് വരുമ്പോൾ. ഇവര് കൊള്ളക്കാരാ. ഇസ്രായേലിനെ കൊള്ളയടിക്കാൻ വന്നതാ. അതെന്നാ അത് അറിയാമല്ലോ. ഇവര് കൊള്ളക്കാരാകുന്ന അമാലിയക്ക് നേരത്തെ അറിവ് കിട്ടി. ഒരു കൂട്ടം ജനം ഇസ്രായേൽ വിട്ടു വരുന്നുണ്ട്, നമുക്കവരെ കൊള്ളയടിക്കണം. അതിനാ അവരുടെ കൈവശം ടൺ കണക്കിന് വെള്ളിയും പൊന്നും ഉണ്ട്. 105-ാം സങ്കീർത്തനം 37 വാക്യം വായിച്ച. സങ്കീർത്തനം 105:37 പെട്ടെന്ന് വായിച്ചോ. സങ്കീർത്തനം 105:37 പെട്ടെന്ന്. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. മതി. അപ്പോൾ ഇവരുടെ കൈവശം ടൺ കണക്കിന് വെള്ളിയും പൊന്നുമുണ്ട്. അത് കൊള്ളക്കാരാകുന്ന അമാലിയക്കര് അറിഞ്ഞു. വെള്ളി പുതിയ നിയമത്തിലെ വ്യാഖ്യാനമാ. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നതാ. പൊന്ന് നിന്റെ വിലയേറിയ വിശ്വാസത്തെ കാണിക്കുന്നതാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ വീണ്ടെടുപ്പിനെയും വിശ്വാസത്തെയും മുടിച്ചു കളയുവാനാ വഴിയിൽ ശത്രു വരുന്നത്. ഈ പ്രമാണമുണ്ടല്ലോ, ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസ പ്രമാണമാ. ആഴ്ചയിൽ ആണ്ടോടാണ്ടിക്ക് മാറ്റുന്നതല്ലെന്നിത്. ഇത് ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും മാറ്റുന്ന നല്ല പ്രമാണം. ഇത് എന്നേക്കുമായി തന്നതാ. യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ അങ്ങനെ ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. വായിച്ച് യൂദാ 20.
നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ ശക്തിയോടെ വായിര്. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളോ പ്രിയമുള്ളവരെ ശക്തിയോടെ വായിര്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക അപ്പൊ ശ്രദ്ധിക്കുക, ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. നിന്റെ വിശ്വാസത്തെയും വീണ്ടെടുപ്പിനെയും മുടിച്ചു കളയാനും വഴിയിൽ ശത്രു പടിയിരിപ്പായി വരുമ്പോൾ, പക്ഷെ ആരംഭത്തിൽ വന്നിട്ട് തൊടാനൊത്തില്ല. കാരണം എന്നാ? അടുത്ത വാക്യത്തിലുണ്ട്, അവരുടെ ഗോത്രത്തിൽ ഒറ്റ ബലഹീനനില്ല. മിസ്രൈമിൽ നിന്ന് പോന്നപ്പോഴേ ഒറ്റ ബലഹീനൻ. അതിന്റെ കാരണം എന്നാന്ന് പറയാം, കുഞ്ഞാടനെ ചുട്ട് തീയിൽ ചുട്ട് കൈപ്പീരോട് കൂട്ടിപ്പിടിച്ച് ഭക്ഷിച്ചതാ. എന്നെ തിന്നുന്നവൻ. അതുകൊണ്ട് പുറകിൽ കൂടെ വന്നവൻ പറഞ്ഞ് കയറാനൊക്കത്തില്ല, പുറകിൽ നിൽക്കുന്നവരൊക്കെ ആത്മാവിലാന്ന് പറഞ്ഞ് ഇറങ്ങിയ കാലത്ത് എന്നാൽ ഫ്രണ്ടിൽ കൂടെ ചെല്ലാം. ഫ്രണ്ടിൽ ഇരിക്കുന്ന നല്ല നൃത്തം, സൈഡിൽ കൂടെ അടുക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അമാലിയക്കൊരു നേതാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ചാട്ടവും തുള്ളലും ഒക്കെ ഇച്ചിരി കഴിയുമ്പോൾ തീരുമെന്ന് പറഞ്ഞു. അവര് വെയിറ്റ് ചെയ്ത് സൂക്ഷം വെയിറ്റ് ചെയ്തതുപോലെ രബീരിമി വന്നപ്പോൾ വടക്കുണ്ടാക്കിയപ്പോൾ എല്ലാം കൂടെ പുറകിൽ പോയി. പുറകിൽ ചെന്നപ്പോൾ കയ്യടിയില്ല, പാട്ടുമില്ല, പ്രാർത്ഥന. അപ്പൊ അമാലിക്ക് പറഞ്ഞ ഇപ്പൊ പുറകിൽ കൂടെ കയറിക്കോളാൻ. അങ്ങനെ പുറകിൽ കൂടെ വഴിയിൽ വെച്ച് വന്ന ശക്തി അമാലിയക്ക്. പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞേച്ച് നിർത്തി. ആ പ്രസംഗത്തിന് പ്രസക്തിയില്ല. ജയിക്കുന്ന കാര്യം കമ്പിവാചകം പോലെ പറഞ്ഞു നിർത്താം. അമാലിയക്ക് യുദ്ധത്തിന് വന്നപ്പോൾ വെളിപ്പാടുള്ള മോശ യോശുവയെ പടക്കളത്ത് വിട്ടേച്ച് അഹറോനെയും ഹൂറിനെയും കൂട്ടി ദൈവത്തിൻ്റെ വടിയുമായി കുന്നിന്മുകളിൽ കയറി. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലമടക്കാൻ. മോശ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലമടക്കി. അമാലിയക്കിനെ ജയിക്കുന്നത് പ്രാർത്ഥനയല്ല. കുറെ നേരം പ്രാർത്ഥിച്ചിട്ടൊന്നും അമാലിയക്ക് ഒതുങ്ങുന്നില്ല. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചു. മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കരം താഴുമ്പോൾ അമാലിയക്ക് ജയിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് കൈക്ക് ഭാരം, കൈ താന്ന് വരിക. ഉടനെ മോശയുടെ സഹോദരന് അഹരോനും അളിയനാന്നാ പറയുന്ന ഹൂര് രണ്ടുപേരും കൂടെ ചെന്നൊരു കല്ലെടുത്ത് കൊണ്ടുവന്നിട്ടേച്ച് മോശയെ പിടിച്ച് ആ കല്ലേൽ അങ്ങോട്ട് ഇരുത്തിയേച്ച് ഇടത്തും വലത്തും അപ്പുറം ഇപ്പുറന്ന് കൈ അങ്ങോട്ട് താങ്ങിക്കൊടുത്തു. ആത്മീക ഭാഷയെ പറഞ്ഞ കൂട്ടായ്മയുടെ വലങ്കരം. കൂട്ടു സഹോദരന്റെ കൈക്ക് ഭാരം വന്നപ്പോൾ അവനെ താങ്ങുകല്ല, ഇന്ന് മുഴുവൻ താങ്ങുകാരതാണ്. പിന്നെ അവൻ പൊങ്ങത്തില്ലല്ലോ. ഇന്നത്തെ അഹരോനും ഹൂര് വന്ന വലിയ കല്ല് കൊണ്ടുവന്നതിൻ്റെ ഉച്ചിയിലോട്ട് ഇടും. അതോടെ മോശ ഇരിപ്പായി. ഉടനെ ഇവന്മാർ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കുറിക്കുക, ഇരിപ്പായി പോയെന്നാ. ഉടനെ അടുത്തവൻ എങ്ങനെ ശോഭിച്ചതാ. ഉടനെ വേറൊരുത്തൻ ഇനിയും പൊങ്ങുവന്ന് പോടാ നിന്റെ പാട്ടിന്. ഉടനെ അടുത്തവൻ എല്ലാവരുടെയും കാര്യം ഇതല്ലേ ഇപ്പൊ നടക്കുന്നേ. എന്നാ അന്നത്തെ അഹരോനും ഹൂരും ഒരു കല്ല് കൊണ്ടുവന്ന് ഇട്ടേച്ച് അനിയനെ പിടിച്ചിരുത്തി കൈ താങ്ങി. കൂട്ടായ്മയുടെ വലങ്കരം. അങ്ങനെ മോശയുടെ കരം ഉയർന്നു. എൻ്റെ സഹപടന്മാരോടും ദൈവമക്കളോടും പറയട്ടെ, കൂട്ടുവിശ്വാസി കൂടെയുള്ളവൻ ക്ഷീണിച്ചാൽ തകർക്കുകയല്ല, കൈത്താങ്ങൽ കൊടുക്കണം. അവനെ എഴുതി കൊല്ലുകയല്ല. അവനെ എന്തുവാ ഓരോ മാധ്യമങ്ങളുണ്ട്, ഫേസ്ബുക്കിലൂടെ എന്തുവാ എന്നതാണോ നിന്റെ തലയിലൊക്കെ ഇടുത്തി വീഴും. നീ ഷോ എന്ന് വെക്കാൻ ആവശ്യമില്ലാത്ത നീ എഴുതിയാലും ഏതവൻ എഴുതിയാലും നീ എല്ലാം പറയുന്നില്ല ഞാൻ. എടാ, ഒരാൾക്കൊരു ഒരു വീഴ്ച സംഭവിച്ചു. നിന്റെ കൂട്ടുവിശ്വാസി ഒന്ന് ബലഹീനനാ, അവനെ മുടിച്ചു കളയല്ല. സ്നേഹത്തിൻ്റെ ആത്മാവിൽ ചെന്നവനോട് ബുദ്ധി പറയണം. അത് ഒന്നോ രണ്ടോ അല്ല, ചെന്ന് പറയണം. അവനെ എഴുതി നശിപ്പിക്കുവോ തകർത്ത് കളയുകയോ അവനെ മറ്റുള്ളവരെല്ലാം കൂടെ ചേർന്ന് വട്ടം കൂടി അവനെ തകർക്കുകയല്ല. സ്തോത്രം. കൈത്താങ്ങൽ കൊടുക്കണം. അവൻ്റെ പാപത്തോടും അവൻ നിഷ്ഠയില്ലായ്മയോട് യോജിക്കണമെന്നല്ല പറഞ്ഞത്. അവൻ നിങ്ങളിൽ സഹോദരന്മാരെ ഒരുത്തൻ തെറ്റിപ്പോയാൽ ആത്മീകരാകുന്ന നിങ്ങൾ അവനെ സൗമ്യതയുടെ ആത്മാവിൽ നേടണം. അവനെ നശിപ്പിക്കരുത്. മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോൾ രണ്ടുപേര് താങ്ങി. അങ്ങനെ കൈ ഉയർന്നു. ജയം. ദൈവദാസന്മാരുള്ളത് കൊണ്ട് ഒരു ദൂതൂടെ പറഞ്ഞ് നിർത്താം. കൈത്താങ്ങൾ തരാൻ ആരുമില്ലെങ്കിലും ക്ഷീണിക്കരുത്. ചില ആൾക്കാർ പറയുന്നത് കേട്ടുണ്ട്, അവർക്കൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർ കയറി വരുന്നെന്ന്. അല്ല, കൈത്താങ്ങൾ തരാൻ ആരുമില്ലെങ്കിലും നീ ക്ഷീണിക്കരുത്. വചനത്തിൽ നിന്ന് വിശദീകരിക്കുന്നില്ല. എരിവോ കോട്ട പിടിക്കാൻ പോയി, ആദ്യം പരാജയപ്പെട്ടു. യോശുവ കവിണ് വീണം പറഞ്ഞു, ആകാൻ പാപം ചെയ്തു, പിടികൂടി കല്ലെറിഞ്ഞു കൊന്നു, ഇനി പൊക്കോ വിടുതല. അതിനാ ശുദ്ധീകരണം നടന്നു വിടുതല. അപ്പം യോശുവ പതിയിരിപ്പുകാരെ നിർത്തി. അപ്പോൾ പട്ടണത്തിന് തീയിട്ടു.
എരിയോ കോട്ട ഹായ് പട്ടണക്കാർ ഇങ്ങോട്ട് വന്നപ്പോൾ പതിയിരുന്നവർ തീയിട്ടു. ഇപ്പറ യോശുവായും കൂട്ടരും അവർ നോക്കിയപ്പോൾ തീച്ചൂള പൊങ്ങുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേല. അപ്പോൾ യോശുവയോട് ദൈവം ഒരു കാര്യം, യോശുവയെ നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക. 8:18 പെട്ടെന്ന് വായിച്ചു. 8:18 യോശുവ 8:18. അപ്പോൾ യഹോവ യോശുവയോട് നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക. നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക. എറിയണ്ട, ഇങ്ങനെ ഏന്തി നിൽക്കണമെന്ന്. ഇങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചത് 28 കിലോ ഉണ്ടായിരുന്നെന്ന്. 28 30 5 ആയിക്കോട്ടെ, ഇനി അത് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. കുന്തം പറഞ്ഞു. യോശുവ ആ കയ്യിലുള്ള കുന്തം അറിയത്തില്ല കേട്ടോ. കയ്യിലുള്ള കുന്തം ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. അപ്പോൾ യഹോവ യോശുവയോട് നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക. യോശുവ ഇങ്ങനെ നിന്നു. എത്ര നേരം നിന്നെന്നാ? 26 വായിരേ. ഹായി പട്ടണക്കാരൊക്കെയും നിർമൂലമാകും വരെ കുന്തമേന്തിയ. ഈ പട്ടണക്കാരെയൊക്കെയും നിർമൂലമാക്കുന്നത് വരെ കുന്തമേന്തിയ കയ്യ് യോശുവ പിൻവലിച്ചില്ല. അങ്ങനെ നിന്നോണം. ആമേൻ. ഇങ്ങനെ അങ്ങ് നിന്നെന്ന് യോശുവ നിർമൂലമാക്കുന്നത് വരെ. ഒരു ദൂതങ്ങ് വചനത്തിൽ, ഇതെല്ലാം ദൈവമക്കളല്ലേ, നമ്മുടെ ജനറൽ കൺവെൻഷൻ അല്ലേ, ദൈവമക്കളാ. അന്ന് ബലപ്പെട്ടോട്ടെ, അതിനാ ഇങ്ങനെ ഇന്നിങ്ങനെ പോട്ടെ. ഹൈ പട്ടണക്കാരെയൊക്കെ നിർമൂലമാക്കുന്നത് വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. ഒരു ചിന്ത പറയാം. മോശയുടെ കൈക്ക് ഭാരം വന്നപ്പോ 2 പേര് താങ്ങാനുണ്ട്, അളിയനും ചേട്ടനും. യോശുവ കുന്തവും പിടിച്ച് നിന്നിട്ട് ആരും താങ്ങാനില്ല. കുന്തം ഇട്ടേച്ച് പോയുമില്ല, കുന്തം കൊണ്ട് മറ്റൊരുത്തനെ കുത്തിയില്ല. നിന്റെ കുന്തമെന്നും പുള്ളി പറഞ്ഞില്ല. നിന്റെ ഒരു കുന്തം അതും പറഞ്ഞില്ല. യോശുവ ഇങ്ങനെ അങ്ങോട്ട് നിന്നു. അതിന് കാരണം പറയാം. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോഴേ തമ്പുരാൻ പറഞ്ഞു, യോശുവയെ പേടിക്കുകയും ഭ്രമിക്കുകയും ചെയ്യരുത്. പിന്നെ മോശയോടുകൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. മോശയോടുകൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി ദൈവം നിന്റെ കൂടെ ഉണ്ട്. നല്ല ഇമ്മാനുവേൽ എന്നും കൂടെ ഇരിക്കുന്നവൻ നിന്റെ കൂടെ ഉണ്ട്. ക്ഷീണിക്കരുത്, മടുക്കരുത്, തളർന്നു പോകരുത്, പിന്മാറരുത്. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിച്ചേ. ആമൻ. വിശ്വസ്തരും വിശുദ്ധരുമായി ആമൻ കലകമുണ്ടാക്കാതെ വിശ്വസ്തരായി ജീവിക്കുവാൻ, നല്ല അവകാശം പ്രാപിക്കുവാൻ, വഴിയിൽ വരുന്ന പോരാട്ടങ്ങളെ പ്രാർത്ഥനയിൽ പോരാടി ജയിക്കുവാൻ എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. അന്തരാജലതല വിരിവിക ബലപടമന. ഇന്ന് രാത്രി വ്യത്യസ്തമായ നിലയിലുള്ള ചിന്തയാ ദൈവം തന്നത്. എല്ലാവരും അല്പസമയം പ്രാർത്ഥിക്കുക. ആരും മടുത്തു പോകരുത്, ആരും ക്ഷീണിക്കരുത്. ആ പഴയ പാട്ടിന്റെ 2 ചരണം മാത്രം നമുക്ക് പാടാം. ജയിച്ചയൊക്കെ വേയടക്കിയോടുകിൽ ആശവച്ച പന്തയ പൊരുള്ള വീച്ചിട. ആശയിച്ചയൊക്കെ അടക്കിയോടു ഓ ആശവച്ച പന്തയ പൊരുള്ള വീച്ചിട. ഭാരം തള്ളിലച്ച നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കിരീടം പ്രാപിക്കാം. ഓ അങ്ങും ഇങ്ങും നോക്കിയാൽ നീ കൈയടിച്ച് കിരീടം പ്രാപിക്കാം. തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കൈയടിച്ച് ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സമയം പോയത് കൊണ്ട് അങ്ങ് നിർത്തുക. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും ഒരു അപേക്ഷിക്കുക, കൽപ്പനയല്ല. ഇതുവരെ ഞാൻ കേട്ടിരുന്നല്ലോ. നന്ദി ഓർത്ത് പ്രാർത്ഥിക്കണം. ഒക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇന്നും എന്നേക്കും വേർപിരിയാതെ കരങ്ങൾ വീശി കൂടെ പാർക്കും നമ്മൾ. ഒരിക്കൽ കൂടെ എന്നേ
ചെയ്യുമാറാകട്ടെ. തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയോ സമയം കേട്ടിരുന്ന ബഹുമാന്യരായ നിങ്ങൾക്കെല്ലാം നന്ദി. നിങ്ങൾ ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ക്ഷണിച്ചവർക്ക് നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.